ഒരു വിമർശനത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ദൃശ്യത എന്ന് പറയുന്ന ആശയം ചരിത്രപരമാണ്. അതായത് മധ്യകാല സമൂഹങ്ങളിലൊന്നും ചില ശരീരങ്ങൾക്ക് ദൃശ്യതയില്ല, സാമൂഹിക ദൃശ്യതയില്ല. അപ്പോൾ അതുകൊണ്ടാണ് അയ്യങ്കാളിയുടെ വില്ലുവണ്ടി സമരം എന്ന് പറയുന്നത് ദൃശ്യതയ്ക്ക് വേണ്ടി കൂടിയുള്ള സമരമായിട്ട് മാറുന്നത്. ക്യൂർ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ദൃശ്യത രോഗമായിട്ടും കുറ്റമായിട്ടുമൊക്കെയാണ് കണക്കാക്കിയിരുന്നത്. കീഴാള സമൂഹങ്ങളുടെ ദൃശ്യത എന്ന് പറയുന്നത് പൊതുസ്ഥലത്ത് തന്നെയായിരുന്നു. നിങ്ങൾക്കറിയാം, നമ്മൾ വയലിലോ കുറ്റിക്കാട്ടിലൊക്കെ ഒളിച്ചിരിക്കേണ്ട സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. സവർണരായിട്ടുള്ള സ്ത്രീകൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നെങ്കിൽ പോലും ഈ മറക്കൂടെയൊക്കെ ചൂടുന്നതിലൂടെ വളരെ സിംബോളിക്കായിട്ട് അവർക്ക് അവരുടെ പൊതുസ്ഥലത്തിലെ സാന്നിധ്യം, ദൃശ്യതയെ ഒളിപ്പിച്ച് വെക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഞാനും മാളു ചേച്ചി ഇങ്ങനെ പറയായിരുന്നു, നമ്മളെപ്പോലെയുള്ള മൈനോറിറ്റൈസ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരിക്കലും നമ്മളെ മൂലക്കിരുത്തലാണ് എല്ലായിടത്തും. ഒരു മൂലക്കിരുത്തലാണ് ഇവിടെയും സംഭവിക്കാൻ പോകുന്നത്. കാരണം ഞാൻ എപ്പോഴും കരുതുന്ന ഞങ്ങളൊക്കെ മെറിറ്റോറിയസ് ആയിട്ടുള്ള ആളുകളാണ്. പല പല വിഷയങ്ങൾ സംസാരിക്കാൻ കെൽപ്പുള്ള പല പല മേഖലയിൽ ഇടപെടുന്ന ആളുകളാണ്. ഇപ്പോൾ കവിതയെക്കുറിച്ചുള്ള സെഷനുകൾ ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷേ മുഖ്യധാരാ കവിതയുടെ ഭാഗമായിട്ട് ഇപ്പോൾ മല്ലികയാണെങ്കിലും ഞാനാണെങ്കിലും കവിത എഴുതുന്ന ആളുകളാണ്. ഞങ്ങളെ വിളിക്കില്ല. ഞങ്ങൾക്ക് പ്രത്യേക ഒരു പന്തി ഉണ്ടാക്കിയിട്ട് അവിടെ ഇരുന്ന് ഉണ്ടാ മതി എന്നുള്ള രീതിയിലാണ് പൊതുവെ എല്ലാ സാഹിത്യോത്സവങ്ങളുടെയും പതിവ്. അതുപോലെ ഇവിടെ ആവർത്തിക്കപ്പെടുന്നു. സന്തോഷം, നന്ദി. അപ്പം ഞങ്ങൾ മെറിറ്റോറിയസ് ആണ്. ഞങ്ങൾക്ക് ഒരുപാട് പൊളിറ്റിക്സ് പറയാനുണ്ട്. ഇതിനെക്കുറിച്ച് കവിതേനെക്കാട്ടും അനുഭവങ്ങളെക്കുറിച്ചും ഉള്ളതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാനുണ്ട്. അപ്പം എന്തായാലും ഞാൻ ആദ്യം ശീതൽ നിന്ന് തുടങ്ങാൻ തോന്നുന്നു. എനിക്കൊന്ന് കവിത അല്ലെങ്കിൽ സാഹിത്യം, ക്യൂർ അനുഭവങ്ങൾ എന്നൊക്കെ പറയുന്നതിനെ ലാർജറായിട്ടൊരു പൊളിറ്റിക്കൽ അടിത്തറ കൂടിയുണ്ട്, രാഷ്ട്രീയ അടിത്തറ കൂടിയുണ്ട്. ഇപ്പം നമ്മളെപ്പോലെയുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം 2014 മാത്രം ഒരു രാഷ്ട്ര ശരീരം, ഒരു പൗരശരീരം എന്നുള്ള അവകാശം കിട്ടിയ ഒരു സമൂഹം എന്നുള്ള രീതിയിൽ സാഹിത്യം ചെയ്യുക, കല ചെയ്യുക എന്നൊക്കെ പറയുന്ന, കവിത എഴുതുക എന്നൊക്കെ പറയുന്ന ഒരു ലക്ഷറി കൂടിയാണ്. കാരണം നമുക്ക് എല്ലായ്പ്പോഴും കവിത എഴുതിക്കൊള്ളാൻ പറ്റിക്കോളുന്നില്ല, സാഹിത്യം ചെയ്യാൻ പറ്റിക്കോളുന്നില്ല. അതിനൊക്കെ കൃത്യമായിട്ടുള്ളൊരു പശ്ചാത്തലം കൂടി വേണം. അപ്പം ജീവിച്ചിരിക്കുക എന്നുള്ളത് അതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള അടിത്തറയാണ്. ജീവിച്ചിരിക്കൽ സാധ്യമായാലും മാത്രമേ പിന്നെ കവിതയും കഥയും നാടകവും അഭിനയമൊക്കെ സാധ്യമാവുള്ളൂ. അപ്പം നമ്മളെപ്പോലെയുള്ള മനുഷ്യരുടെ മുന്നേറ്റം, അതിൻ്റെ ചരിത്രം, അതിൻ്റെ തുടക്കകാലം മുതൽ ഉണ്ടായിരുന്ന ഒരാൾ കൂടിയാണ് ശീതൽ. അപ്പോൾ ആ ചരിത്രത്തിനെ ആദ്യം പരിചയപ്പെടുത്തേണ്ടതുണ്ടെന്ന് തോന്നുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ ചരിത്രത്തിന് അടയാളപ്പെടുത്തുന്നതിന് മുമ്പ് ഞാൻ ഈ വേദിയിൽ ഇന്ന് വളരെയധികം പ്രൗഡാണ്. കാരണം കഴിഞ്ഞ വർഷം ഞാൻ YLF-ൻ്റെ വേദിയിൽ ഇരിക്കുമ്പോൾ ഒറ്റയ്ക്കായിരുന്നു, മറ്റ് കമ്മ്യൂണിറ്റീസ് ആരും ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു അവിടെ ജ്യൂസ് വിൽക്കുന്ന ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് ഒരു 3 പേരെ ഉണ്ടായിരുന്നുള്ളൂ. മറ്റ് കാണികളായിട്ടോ പാർട്ടിസിപ്പൻസ് ആയിട്ടോ ഒരു ട്രാൻസ് വ്യക്തിയോ ഒരു ക്യൂർ വ്യക്തിയോ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഒരു 5 പേരെങ്കിലും ഇവിടെ ഉണ്ടെന്നുള്ളത് ഒരു സന്തോഷം നൽകുന്ന ഒരു കാര്യം. അതിലുപരി വയനാട്ടിൽ നിന്നുള്ള ആദിവാസി വിഭാഗത്തിൽപ്പെട്ട, പണി വിഭാഗത്തിൽപ്പെട്ട പ്രകൃതി എന്ന് പറയുന്ന ഒരു ട്രാൻസ് വ്യക്തി എൻ്റെ കൂടെ ഈ വേദി പങ്കിടുന്നു എന്ന് പറയുന്നതിലും ഐ എം സോ പ്രൗഡ്. അതിൽ നിന്ന് തന്നെ ഞാൻ തുടങ്ങാം. അപ്പോൾ ചരിത്രം എല്ലാത്തിനെയും തിരുത്തി കുറിക്കുന്നത് ചിലരുടെ പോരാട്ടങ്ങളിലാണ്. ഇപ്പോൾ വിജയരാജമല്ലിക സാഹിത്യ അക്കാദമിയുടെ ബോർഡ് മെമ്പറായതോ, പുസ്തകം എഴുതിയതോ, സാഹിത്യ അക്കാദമി അവാർഡ് നേടിയതോ, സഞ്ജന സിനിമയിൽ അഭിനയിക്കുന്നതോ, പ്രകൃതി ഒരു കോളേജിൽ സ്കൂളിൽ പഠിക്കാൻ പോകുന്നതൊന്നും പൊതുസമൂഹത്തിന് അത് ചിലപ്പോൾ ഈസി ആയിരിക്കാം ആ വഴി. പക്ഷേ നമ്മൾ എങ്ങനെയാണ് ആ വഴിയിലേക്ക് വന്നിട്ടുള്ളത്, നമ്മളുടെ ആ വഴി എങ്ങനെയൊക്കെയായിരുന്നു നമ്മളെ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്, അതിൻ്റെ തടസ്സങ്ങൾ, അതിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. അത് അത്ര എളുപ്പമായിരുന്നില്ല. കാരണം ഇവിടെ നിലവിൽ ഉള്ള സിസ്ജെൻഡർ മനുഷ്യരായിട്ടുള്ള സ്ത്രീയുടെയും പുരുഷൻ്റെയും കഥകൾ പോലും അല്ലെങ്കിൽ പറച്ചിലുകൾ പോലും നമ്മളിതുവരെ കേട്ട് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ആ കേൾക്കലുകൾക്ക് വേണ്ടി ഇപ്പോഴും ഇത്രയധികം വേദികളുള്ളത്, അല്ലേ? ദളിത് ആളുകളുടെ കാര്യങ്ങൾ സംസാരിക്കാനായിട്ടൊരു വേദി, മാർജിനലൈസ് ആയിട്ടുള്ള ആളുകളുടെ കാര്യങ്ങൾ സംസാരിക്കാനൊരു വേദി, സ്ത്രീ വിഷയങ്ങൾ സംസാരിക്കാനായിട്ടൊരു വേദിയൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞിട്ടില്ല. അവിടെയാണ് അതിൽ ഏറ്റവും താഴെ തൊട്ട് നിൽക്കുന്ന മാർജിനലൈസ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റികളുടെ കാര്യങ്ങൾ കേൾക്കാനായിട്ട് ഒരു വേദി ഉണ്ടാവുന്നത്. അതെപ്പോഴാണ് ഉണ്ടാവുന്നത്? 2014 നമുക്കൊരു മാറ്റം വന്നു എന്നുള്ളത് ആദ്യം പറയുമ്പോഴും അത് ട്രാൻസ്ജെൻഡർ പേഴ്സൺസിൻ്റെ കാര്യത്തിൽ മാത്രമാണ്. വൈവിധ്യമുള്ള ക്യൂർ മനുഷ്യരുടെ കാര്യത്തിലില്ല. ഇപ്പോൾ ഈ വേദിയിൽ നോക്കിയാലും ഭൂരിപക്ഷം ട്രാൻസ് വുമൺസ് ആണ്. ഒരു ട്രാൻസ് മെന്നെ നമുക്ക് കാണാൻ പറ്റുന്നില്ല, ഒരു ലെസ്ബിയൻ വുമണിനെ കാണാൻ പറ്റുന്നില്ല, ഒരു
ഗേ മെന്നെ കാണാൻ പറ്റുന്നില്ല. ഈ ടൈറ്റിൽ എന്താണ്? മഴവിൽ നിറങ്ങളെന്ന. മഴവിൽ നിറം ഒന്നുമല്ലല്ലോ, ഒത്തിരി ഉണ്ടല്ലോ. അപ്പം അതിനെ ഒന്നും നമുക്ക് ഒരു ഇൻക്ലൂസീവായിട്ട് ഇതുവരെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് പറയാം അതെന്താ ക്യൂർ മനുഷ്യരുടെ അവകാശങ്ങളെക്കുറിച്ച് ട്രാൻസ് പേഴ്സൺസിന് സംസാരിച്ചുകൂടെ എന്നുള്ളത്. പക്ഷേ അനുഭവങ്ങൾ വ്യത്യസ്തമായിരിക്കാം. അനുഭവങ്ങൾ, കാഴ്ചകൾ, പഠനങ്ങൾ, ചരിത്രങ്ങൾ, അതിലുപരി അവർ നേരിട്ടിട്ടുള്ള അവരുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ വ്യത്യസ്തമായിരിക്കാം. അത് കേൾക്കുന്ന ആളുകൾക്കും വ്യത്യസ്തമായിരിക്കാം എന്നുള്ളൊരു അഭിപ്രായക്കാരിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇക്കാലം അത്രയും നമ്മൾ ഈ ചരിത്രത്തെക്കുറിച്ച് അഡ്രസ്സ് ചെയ്യുമ്പോൾ അത് എത്രത്തോളം കേരള സമൂഹത്തെ മാറ്റിയിട്ടുണ്ടെന്നുള്ളതാണ്. ഞാൻ ക്യൂർ കമ്മ്യൂണിറ്റിയുടെ മാറ്റത്തെക്കുറിച്ചല്ല. കേരള സമൂഹത്തിൽ ഈ കാഴ്ചകളെ, ഇവിടുത്തെ സിസ്ജെൻഡർ ആയിട്ടുള്ള വളരെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകൾ നമ്മളെങ്ങനെയാണ് കണ്ടുകൊണ്ടിരുന്നത്, അവർ നമ്മളെങ്ങനെയാണ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്, അവരിപ്പോഴും നമ്മളോട് എങ്ങനെയാണ് പെരുമാറുന്നത്, അവരിപ്പോഴും നമ്മളെ ഏത് രീതിയിലാണ് അംഗീകരിക്കാനുള്ള അവരുടെ മൈൻഡ് സെറ്റിനെ അവർ മാറ്റിയെടുക്കുന്നത് എന്നുള്ളതാണ്. അത് ഒത്തിരി പേരുടെ പോരാട്ടങ്ങളുടെ, മരണങ്ങളുടെ, കൊലവിളികളുടെ, നിലവിളികളുടെ, കരച്ചിലിൻ്റെ, അപകടങ്ങളുടെ, ഇല്ലാതാക്കലിൻ്റെ ഒക്കെ തന്നെ ശ്രമഫലമായിട്ടുണ്ടായിട്ടുള്ള ഒരു പ്രോഗ്രസീവാണ്. അത് കേരളത്തിനുണ്ടായിട്ടുള്ള പ്രോഗ്രസീവ് എന്ന് പറയുന്നത് എല്ലാവരെയും വൈവിധ്യപരമായി അടയാളപ്പെടുത്താനുള്ള ഒരു മൈൻഡ് സെറ്റ് ഇവിടുത്തെ ഭരണകൂടത്തിനടക്കം കൊടുത്തിട്ടുള്ളത് നമ്മളാണെന്ന് പറയാം. ഈവൻ ക്യൂർ പ്രൈഡൊക്കെ ഉണ്ടായിട്ടുള്ള സമയത്ത് ഇവിടുത്തെ ഭരണാധികാരികൾ പോലും അതിലേക്ക് വരാൻ മടിക്കുന്നൊരു കാലം ഉണ്ടായിരുന്നു. അവർക്ക് പിന്നെയാണ് മനസ്സിലായത് എന്ത് അത്തരം മനുഷ്യരുണ്ട്, അത്തരം മനുഷ്യരെയും അംഗീകരിക്കണം, അവരുടെ കാര്യങ്ങളിൽ കൂടി ഇടപെടണം. അല്ലാതെ ഭരണകൂടത്തിന് പെട്ടെന്നൊരു ദിവസം തോന്നിയതല്ലല്ലോ ട്രാൻസ് പോളിസി ഉണ്ടാക്കണം, ട്രാൻസ് വെൽഫെയർ ഉണ്ടാക്കണം എന്നുള്ളതല്ല. പണിയെടുത്ത് സംസാരിച്ചിട്ടാണ് ആ ഒരു ചരിത്രത്തെ നമുക്ക് തിരുത്താൻ പറ്റിയിട്ടുള്ളത്. പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ആ ചരിത്രത്തെ നമ്മൾ മാറ്റുമ്പോൾ ഇന്നത്തെ സാഹചര്യം ആഫ്റ്റർ ദ കൊറോണ ഇന്നത്തെ യുവതലമുറ കുറച്ചും കൂടി ഒരു ഓപ്പൺ ആയിട്ടുണ്ട്. കാരണം നമ്മൾ എന്താ പറയുക, എഴുത്തുകളിൽ നിന്ന്, പുസ്തകങ്ങളിൽ നിന്ന്, ടി വിയിൽ നിന്ന്, റേഡിയോയിൽ നിന്ന്, ടെക്നോളജി നമ്മുടെ വിരൽത്തുമ്പത്തുള്ളൊരു സമയത്ത് ആണ്. ഇപ്പം നേരത്തെ നടന്ന സെക്ഷനിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ഈ പഴയ തലമുറ പുതിയ തലമുറ എന്നുള്ളത്. കാരണം പഴയ തലമുറയ്ക്ക് അവയർനെസ് ചെയ്യപ്പെടാനും ചെയ്യാനും ലേണിംഗ് പ്രോസസ്സ് നടത്താനും ഒക്കെയുള്ള ഒരു പ്രശ്നമുണ്ട്. ഇന്നത്തെ തലമുറയ്ക്ക് അതല്ല, ലേണിംഗ് പ്രോസസ്സ് വളരെ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് മിക്ക വിഷയങ്ങളെക്കുറിച്ചും ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നവരേക്കാൾ, ഏത് സെഷനായാലും അതിനേക്കാൾ ചിലപ്പോൾ ബോധമുണ്ടായിരിക്കാം, അവെയറായിരിക്കാം എന്നുള്ളതാണ്. ശീതൾ പറഞ്ഞ വലിയൊരു കാര്യമാണ്. കാരണം റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നൊരു ചോദ്യം, അതായത് എല്ലായ്പ്പോഴും റെപ്രസെൻറ്റേഷൻ എക്സ്ക്ലൂഷണറി കൂടിയാണ്. ഇപ്പോൾ നിങ്ങൾ എത്ര ഗേ വ്യക്തികളുണ്ട്, ലെസ്ബിയൻ വ്യക്തികളുണ്ട്, ട്രാൻസ്മെൻ ഉണ്ട്, മുസ്ലിം ആയിട്ടുള്ള എത്ര ക്യൂർ വ്യക്തികളുണ്ട്, ദളിത് ആയിട്ടുള്ള എത്ര ക്യൂർ വ്യക്തികളുണ്ട് എന്ന് നിരന്തരം ഈ ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്ന ഓരോ ആളുകൾ പുറത്തായിക്കൊണ്ടേയിരിക്കും. ഇപ്പം പൂർണ്ണമായിട്ടുള്ള റെപ്രസെൻറ്റേഷൻ പാലിക്കപ്പെട്ട, ഇൻക്ലൂഷൻ പാലിക്കപ്പെട്ടൊരു പാനൽ ഭാവന ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊരു പ്രതിസന്ധിയായിട്ട് നിൽക്കുന്നുണ്ടെന്നാണ് ഞാൻ എപ്പോഴും മനസ്സിലാക്കിയത്. പിന്നെ രണ്ടാമത് ശീതൾ പറഞ്ഞൊരു കാര്യം, ഈ തലമുറ വ്യത്യാസത്തിനെ കുറിച്ച്, ജനറേഷൻ വ്യത്യാസത്തിനെ കുറിച്ച്. പുതിയ തലമുറ മാറുന്നുണ്ട്, പഴയ തലമുറ വളരെ റിഗ്രസീവാണ്, കൺസർവേറ്റീവാണ്. ഈ ബൈനറി എനിക്ക് ഭയങ്കര പ്രശ്നം പിടിച്ചായിട്ട് തോന്നാറുണ്ട്. കാരണം നിങ്ങൾ ഇൻസ്റ്റാഗ്രാമൊക്കെ യൂസ് ചെയ്യുന്ന പുതിയ യൂത്ത് ആൻഡ് ജെൻസി പിള്ളേരെ നോക്കിയാൽ എത്ര വൃത്തികെട്ട രാഷ്ട്രീയമാണ്, ടോക്സിക് മസ്കുലിറ്റിയുടെ ഒക്കെ രാഷ്ട്രീയമാണ് അവർ പറയുന്നത്. അപ്പോൾ പുതിയ തലമുറ പൊളിറ്റിക്കലാണ്, പ്രോഗ്രസീവാന്നൊക്കെ പറയുന്ന ഈ യുക്തി ഉണ്ടല്ലോ. പഴയ തലമുറയിലെ അമ്മാവൻ, പുതിയ തലമുറയിലെ പ്രോഗ്രസീവായിട്ടുള്ള യുവാവ് എന്ന് പറയുന്ന, യുവതി എന്ന് പറയുന്ന ഒരു ബൈനറി എന്ന് പറയുന്ന സംശയമാണ്. സാമൂഹ്യ മാറ്റത്തിന്, സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള സംഭവങ്ങളെ നമുക്ക് അങ്ങനെ ലളിത യുക്തിയിൽ വിശദീകരിക്കാൻ പറ്റില്ലെന്നാണ് എൻ്റെ ഒരു മനസ്സിലാക്കൽ. നമുക്ക് പ്രകൃതിയിലേക്ക് വരാം. പ്രകൃതി വയനാടുള്ള ഒരാൾ കൂടിയാണ്. അതുപോലെ തന്നെ ക്യൂർ വിഷയങ്ങളെക്കുറിച്ച് പറയുന്ന സമയത്ത്, ജെൻഡറിനെ കുറിച്ചും സെക്ഷുവാലിറ്റിനെ കുറിച്ചും നമ്മൾ സംസാരിക്കുന്ന സമയത്ത് എപ്പോഴും അതൊരു വളരെ എലൈറ്റ് ആയിട്ടുള്ളൊരു വിഷയമായിട്ട് പലപ്പോഴും മനസ്സിലാക്കപ്പെടാറുണ്ട്. കാരണം ഇത് ജാതി ഇല്ലാത്ത, വർഗമില്ലാത്ത, സെക്ഷുവാലിറ്റീൻ്റെയും ജെൻഡറിൻ്റെയും മാത്രം ഒരു വിഷയമായിട്ട് പൊതുവിൽ മനസ്സിലാക്കപ്പെടാറുണ്ട്. അങ്ങനെയല്ല, ഇൻ്റർസെക്ഷണലായിട്ടുള്ള ശബ്ദങ്ങൾ ഇതിനകത്തുണ്ട്. മുസ്ലിം ആയിട്ടുള്ള ക്യൂർ ആയിട്ടുള്ള വ്യക്തികളുണ്ട്, ദളിത്, ബഹുജൻ പരിസരങ്ങളിൽ നിന്ന്, ആദിവാസി പരിസരങ്ങളിൽ നിന്ന് വരുന്ന ക്യൂർ ആയിട്ടുള്ള വ്യക്തികളുണ്ട്. ഇവരുടെയൊക്കെ ഒപ്രഷൻ, ഇവരൊക്കെ നേരിടുന്ന പ്രശ്നങ്ങൾ വ്യത്യസ്തമാണെന്നുള്ളൊരു തിരിച്ചറിവ് ഈ കാലത്താണ്
കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രകൃതി യുടെ കേൾക്കാത്ത ശബ്ദങ്ങൾ എന്നുള്ള പേരിൽ സാഹിത്യ അക്കാദമി പുറത്തിറക്കിയ പുസ്തകത്തിലെ കവിത പണിച്ചി എന്ന് പറയുന്നൊരു കവിതയാണ്. ആ കവിത ഗോത്രഭാഷയിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. നമുക്ക് മലയാള കവിതേനെ തന്നെ മലയാള കവിത എന്ന് വിളിക്കാൻ പറ്റാത്ത മട്ടിൽ കേരള കവിത എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാവുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. കാരണം നമുക്ക് വായിക്കുന്ന സമയത്ത് അർത്ഥം ചിലപ്പോൾ തിരിഞ്ഞുകൊള്ളുന്നില്ല പ്രകൃതി എഴുതുന്ന കവിത, പക്ഷേ അത് കൃത്യമായിട്ട് രാഷ്ട്രീയം സംസാരിക്കുന്നുണ്ട്. ആ കവിതയുടെ ലാസ്റ്റുള്ള വരി ഞാനൊരു പണിയ ഗോത്രത്തിൽ പെട്ടൊരു പെണ്ണാണെന്ന് പറഞ്ഞിട്ടുള്ളൊരു ആ ഒരു സ്വത്വപ്രഖ്യാപനത്തോടുകൂടിയാണ് ആ കവിത തീരുന്നത്. അപ്പോൾ ഒരേ സമയം പല ഐഡൻറ്റിറ്റികളിൽ ജീവിക്കുക, ആദിവാസി എന്ന് പറയുന്ന വളരെ ഒപ്രസ്ഡ് ആയിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റിയിൽ ജീവിക്കുക, അതേപോലെ ഒരു ക്വിയർ ഐഡൻറ്റിറ്റിയിൽ ജീവിക്കുക, കവിതകൾ എഴുതുക, സാഹിത്യത്തിൽ ഇടപെടുക എന്ന് പറഞ്ഞാൽ എങ്ങനെ സ്വന്തം എഴുത്ത് ജീവിതത്തെ മനസ്സിലാക്കുന്നു, അതിൻ്റെ രാഷ്ട്രീയത്തെ തിരിച്ചറിയുന്നു? ഒക്കൾക്ക് നമസ്കാരം. സ്വന്തം നാട്ടിൽ എന്നെ സ്വന്തം സ്വത്ത തുറന്നു പറയാനും അതുപോലെ തന്നെ ഏക്ക് വേണ്ടപ്പെട്ട ആളുകളെ മുമ്പിൽ ഇളച്ചു ഏക്ക് സംസാരിപ്പോൾ ഒരു വേദി കിട്ടുന്നവരെ ഒരുപാട് സന്തോഷമുള്ള. ഞാനൊരു ആദിവാസി പണിയ സമുദായത്തിലെ ട്രാൻസ് വുമൺ ആണെന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരുവിധ നാണക്കേടുമില്ല, ഒരു കുറവ് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അത് നല്ല അന്തസ്സും അഭിമാനവും മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ. എഴുത്തെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് 2 കാര്യങ്ങൾ ഞാൻ ഫേസ് ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു ട്രൈബൽ എന്നതിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഞാൻ അനുഭവിച്ച് വന്ന ഒരു വ്യക്തിയാണ്. അതുകൂടാണ്ട് ട്രൈബൽസിൻ്റെ ഇടയിൽ ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നൊരു വിഷയം കൂടി വരുമ്പോൾ ഈ 2 സാധനങ്ങൾ ഒന്നിച്ച് ഒരു വ്യക്തി മുന്നോട്ടേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഭയങ്കര റിസ്ക്കുള്ള പണിയാണ്. ഒന്നില്ലെങ്കിൽ അത് സൂസൈഡിലേക്ക് തന്നെ പോവുള്ളൂ. ആ ഒരു അറ്റം വരെ എത്തിയൊരു വ്യക്തി തന്നെയായിരുന്നു ഞാനും. പക്ഷേ ചേർത്ത് പിടിക്കാൻ കുറച്ച് നല്ല മനുഷ്യരുണ്ടായതുകൊണ്ട് ഒരു പക്ഷേ എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്ത് മുന്നോട്ടേക്ക് വരാൻ പറ്റി. പ്രധാനമായിട്ടും ഞാൻ പണിയ ഭാഷയിൽ തന്നെ എഴുതണത് എൻ്റെ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർക്ക് മനസ്സിലാവണം. ഇത് പുതിയ ഒരു കാര്യമല്ല. ജനറൽ വിഭാഗത്തിൽ ഞാനങ്ങനെ ഡിവിഷൻ തിരിച്ച് പറയണതല്ല, ചില കാര്യങ്ങൾ നമ്മളങ്ങനെ പറയേണ്ടി വരും, എന്നാലേ മനസ്സിലാക്കി കൊടുക്കാനും പറ്റുള്ളൂ. ജനറൽ വിഭാഗം അല്ലെങ്കിൽ SC ST വിഭാഗം അങ്ങനെ എല്ലാം നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ടല്ലോ കാസ്റ്റ് അടിസ്ഥാനത്തിൽ. അപ്പോൾ ഈ ട്രൈബൽ സമുദായത്തെ അപേക്ഷിച്ച് അല്ലെങ്കിൽ ആ ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റീനെ അപേക്ഷിച്ച് പറയുകയാണെങ്കിൽ ജെൻഡർ എന്ന് പറയുന്നതിനെ കുറിച്ചുള്ള അറിവുകൾ പൊതുവെ കുറവാണ്. അതുമല്ല, ട്രൈബൽ ഹിസ്റ്ററി തന്നെ നമ്മളൊന്ന് ചകഞ്ഞ് നോക്കുകയാണെങ്കിൽ ഈ ട്രൈബൽസിൻ്റെ ഇടയിൽ അങ്ങനെ അത്രയ്ക്കും മോശപ്പെട്ട രീതിയിലുള്ള ജെൻഡർ വിവേചനമൊന്നുമില്ല. ആണും പെണ്ണും ഒരുമിച്ച് പണിയെടുക്കുക, ഒരുമിച്ച് കഴിയുക എന്നുള്ളൊരു സിസ്റ്റമാണ് ഈ ട്രൈബൽ ഹിസ്റ്ററി. ഞാനൊരു ഹിസ്റ്ററി സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് ഞാൻ പറയണതാണ്, ഞാൻ പഠിച്ചതുകൊണ്ട്. അപ്പോൾ ഹിസ്റ്ററിയിലൊന്നും അങ്ങനെയില്ല, അത് നമ്മുടെ ലൈഫിലും അങ്ങനെ ഇല്ലായിരുന്നു. പക്ഷേ കാലം മാറുന്നതിനനുസരിച്ച് നമ്മൾ കോലം മാറുമല്ലോ. അതുപോലെ തെറ്റായ ആശയങ്ങൾ നമ്മളെന്താണ്, കമ്മ്യൂണിറ്റി തന്നെയാണ്, സൊസൈറ്റി തന്നെയാണ് തെറ്റായ ആശയങ്ങൾ ട്രൈബൽസിൻ്റെ ഇടയിലും പറഞ്ഞ് പരത്തണത്. ആ ആശയങ്ങളെ കീറി മുറിച്ച് അതിൽ അയ്യേ എന്ന് പറയുന്ന കാര്യത്തിലും അതും ശരിയാണല്ലോ, ഇങ്ങനെയും മനുഷ്യരുണ്ടല്ലോ, എന്താ ട്രൈബൽസിൻ്റെ ഇടയിൽ ക്യൂറായിട്ടുള്ള മനുഷ്യർ ജീവിക്കാൻ പാടില്ലേ? എല്ലാവരും ഉണ്ട്. പണിയ കമ്മ്യൂണിറ്റിയിൽ മാത്രമല്ല, ട്രൈബൽ വിഭാഗത്തിൽ തന്നെ അടിയ, പണിയ, കാട്ടുനായ്ക്ക, ഊരാളി, വെട്ടുകുറുമ, കുറുമര്, കുറിച്ചര് എല്ലാവരും ഉണ്ട്. ഈ വിഭാഗങ്ങളിലെല്ലാം ഈ ജെൻഡർ ഐഡൻറ്റിറ്റിയുടെ പേരിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് വ്യക്തികളെ പേഴ്സണലി എനിക്കറിയാം. കുറേ മക്കളുണ്ട്. ഞാൻ ഇവിടെ കമ്മിങ് ഔട്ട് ചെയ്തതിന് ശേഷമാണ് കാട്ടുനായ്ക്ക വിഭാഗത്തിൽ തന്നെ ഒരു ട്രാൻസ്മെന് കമ്മിങ് ഔട്ട് ചെയ്ത് വരണത്. പുള്ളിക്കാരൻ്റെ വീട്ടിൽ കുഴപ്പമില്ല, ഹാപ്പിയായി നിൽക്കുന്നുണ്ട്. ഞാൻ വീട്ടിൽ പോയി കാര്യങ്ങളെല്ലാം പറഞ്ഞ് സോൾവ് ആക്കിയിട്ടുണ്ട്. ഒരു പക്ഷേ ഈ ട്രൈബൽസ് എൻ്റെ ജനത, ഞാനങ്ങനെ ട്രൈബൽസ് എന്ന് തന്നെ എടുത്ത് പറയണ്ട, എൻ്റെ ജനതയ്ക്ക് ഇതിനെക്കുറിച്ചുള്ള അറിവ് കിട്ടി കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്.
എന്നെ ഒരിക്കലും എൻ്റെ ജെൻഡർ ഐഡൻറ്റിറ്റി കമ്മിങ് ഔട്ട് ചെയ്തിട്ട് നീ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണം അല്ലെങ്കിൽ നീ പുറത്ത് ജീവിക്കേണ്ട ആളാണെന്നോ എൻ്റെ വീട്ടുകാർ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഫസ്റ്റ് കേൾക്കുമ്പോൾ അവർക്ക് ചെറിയൊരു വിഷമം തോന്നും. പണ്ട് മുതലേ ഇങ്ങനെ ഒരു ആൺകുട്ടിയായി വളർത്തി വലുതാക്കി വരുമ്പോൾ അവർ കാണുന്ന നമ്മുടെ പാരൻസ് കാണുന്ന കുറേ സ്വപ്നങ്ങളുണ്ടാവും. പക്ഷെ അവരുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റാത്തത് നമ്മുടെ ഒരു അവസ്ഥ മനസ്സിലാക്കാമല്ലോ. അപ്പോൾ എന്താണ്, ഞാൻ പറഞ്ഞു ഒരിക്കലും മാറാൻ ഞാൻ ഉദ്ദേശിക്കണില്ല. എൻ്റെ വീട്ടുകാർക്ക് ഞാൻ ഇത്ര വർഷം ഞാൻ തരാം എന്നെക്കുറിച്ച് മനസ്സിലാക്കാനും അറിയാനും വേണ്ടിയിട്ടാണ്. അങ്ങനെ 2 വർഷം ഞാൻ അവർക്ക് കൊടുത്തതാണ്. അപ്പോൾ എന്താണ്, പിന്നെ എറണാകുളം ഗവൺമെൻറ് ആർട്സ് കോളേജ് തൃപ്പൂണിത്തറയിൽ പഠിക്കണ സമയത്ത് തന്നെ ഞാൻ ഹോസ്റ്റലായിട്ടും വീടുമായിട്ടും നല്ലൊരു കണക്ഷൻ ഉണ്ടായിരുന്നു. ഇവർ ജെൻഡർ ഐഡൻറ്റിറ്റിയുടെ പേരിൽ എന്നെ പുറത്താക്കാനോ അല്ലെങ്കിൽ വീട് വിട്ടിറങ്ങി പോകാനോ ഒന്നും ഇവർ പറഞ്ഞിട്ടില്ല. ഒരു പക്ഷേ അങ്ങനെയൊരു സാഹചര്യം വന്നാൽ ഞാൻ എന്ത് ചെയ്യുമെന്നൊരു കൺഫ്യൂഷനും കാര്യങ്ങളും എനിക്കുണ്ടായിരുന്നു. ജെൻഡർ ഐഡൻറ്റിറ്റി കമ്മിങ് ഔട്ട് ചെയ്യുമ്പോൾ തന്നെ പല പ്രശ്നങ്ങളും ഉണ്ട്. അത് ഗോത്രജനതയുടെ ഇടയിൽ പറയുമ്പോൾ തന്നെ ഒന്നില്ലെങ്കിൽ ബാധ കൂടിയതെന്ന് പറയും. കയറാത്ത അമ്പലങ്ങളും കെട്ടാത്ത ചരടുകളും ഇല്ല, ഉണ്ടെന്നൂലൊക്കെ തീർന്നിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. സത്യം, എൻ്റെ കയ്യിലൊക്കെ ഇഷ്ടം പോലെ ചരടുകൾ ഉണ്ടായിരുന്നു, വഴിപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴെല്ലാം ഞാൻ അമ്മേൻ്റെ അടുത്ത് പറയണത്, അമ്മ എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല, നിങ്ങളിപ്പോൾ ഏത് ദൈവത്തിന് മുമ്പിൽ കൊണ്ടുപോയി എന്നെ നിർത്തിയാലും ഞാൻ ഇത് തന്നെ ഞാൻ പറയുള്ളൂ എന്ന്. നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ തന്നെ ബാധ കയറിയതാണെന്നൊക്കെ പറയുമ്പോൾ അതിൽ തന്നെ കുറേ കീറിമുറിച്ച് പറയേണ്ട കാര്യങ്ങളുണ്ട്. എൻ്റെ ജനതയെ ഞാൻ തരം താഴ്ത്തി പറയണതല്ല. നമുക്ക് മതങ്ങളെ വിശ്വസിക്കാം, മതങ്ങളിലെ മൂല്യങ്ങൾ നമുക്ക് എന്താണ് ഉൾക്കൊള്ളാം. പക്ഷേ അന്ധവിശ്വാസങ്ങളെ നമുക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ഒരിക്കലും പറ്റില്ല. ഇപ്പോൾ ട്രൈബൽസിൻ്റെ ഇടയിൽ ഒരുപാട് അന്ധവിശ്വാസങ്ങളുണ്ട്. അതിനെ ഞാനൊരാൾ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിലെ ആദിവാസി സമൂഹം എന്നെ വന്നിട്ട് കൊല്ലും. അതിനേക്കാളും നല്ലത് ഇങ്ങനെ സംസാരിക്കേണ്ട വിഷയങ്ങൾ ഒരുപാടുണ്ട്. എൻ്റെ പുറകെ ഇനി ഒരുപാട് മക്കൾ വരാനും വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഞാൻ സംസാരിക്കുന്നതിനേക്കാളും നല്ല രീതിയിൽ തന്നെ അവരും മുന്നോട്ടേക്ക് വരും. അവർക്ക് ഞാൻ എന്തായാലും ഒരു സ്പേസ് കണ്ടെത്തും. പിന്നെ കേരള സാഹിത്യ അക്കാദമിയിൽ പണിച്ചി എന്ന് പറയുന്നൊരു കവിത ഞാൻ പബ്ലിഷ് ചെയ്തത് അത് വിജയരാജ മല്ലിക മാമിൻ്റെ ഒരു കെയർ ഓപ്പിൽ തന്നെയായിരുന്നു. മാമ എൻ്റെ അടുത്ത് പറഞ്ഞത് പ്രകൃതി ഒരു കവിത എഴുതി തരണമെന്ന്. അപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് എന്തെഴുതണമെന്നൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പോഴാണ് ഞാൻ പണിയ ഭാഷയിൽ തന്നെ ഞാൻ പണിച്ചി എന്ന് പറയുന്ന ഒരു കവിത എഴുതിയത്. അതിൽ ഫസ്റ്റ് തന്നെ പറയുന്നുണ്ട്, പെറ്റുട്ടായി മുല കുട്ടിച്ചു, അമ്മ എൻ്റും അപ്പ എൻ്റും നാവ് വിളിച്ചു, കായോ പൂവോ പുടുക്ക് കണ്ടേ കായു തന്നെ, കായാണോ പൂവാണോ അവൻ്റെ സാധനം നോക്ക്, സാധനം കണ്ടിട്ട് ലിംഗം കണ്ടിട്ടാണ് പറയണത് അതാണാണോ പെണ്ണാണോ എന്ന്. പക്ഷേ നമ്മൾ ഫേസ് ചെയ്യണത് എന്താ, നമ്മൾ ജനിച്ച് പോയത് നമ്മുടെ കുഴപ്പം, ഇങ്ങനെ ജനിച്ചത് നമ്മുടെ കുഴപ്പം കൊണ്ടല്ല. നമുക്കറിയാം നമ്മുടെ ഹോർമോൺ ചേഞ്ചസും കാര്യങ്ങളും എല്ലാം നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. ട്രൈബൽസിൻ്റെ ഇടയിൽ ഇത് ഹോർമോൺ ചേഞ്ചസ് ആണെന്ന് ഞാൻ പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്നെ അവിടെ നിന്ന് ഓടിക്കും. ഒന്നാമത് എനിക്ക് പലതും കേൾക്കുന്നതാണ്. പക്ഷേ ട്രൈബൽസ് ഇപ്പോൾ ജെൻഡർ എന്ന് പറയുന്ന വിഷയങ്ങളെക്കുറിച്ച് ഇപ്പോൾ പഠിക്കുന്നുണ്ട്, അറിയുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. അവരെക്കുറിച്ച് കൂടുതലായിട്ടുള്ള പ്രോജക്റ്റും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ക്യൂർ വിഷയങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട്, എഴുത്തുകൾ മനസ്സിലാക്കുന്നുണ്ട്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു. പ്രകൃതി പറഞ്ഞതിൽ പ്രധാനമായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം ഇൻവെൻഷൻ ഓഫ് വിമൻ എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. അതിൽ പ്രധാനമായിട്ടും ആഫ്രിക്കയിലെ ഒരു ഗോത്ര വിഭാഗത്തിൽ നടത്തിയൊരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ബ്ലാക്ക് സ്കോളർ ചെയ്തൊരു വർക്കാണ്. അതിലവർ പറയുന്നുണ്ട്, കൊളോണിയലിസമാണ് ഈ ഗോത്ര വിഭാഗത്തിൻ്റെ ഇടയിലേക്ക് ജെൻഡർ കൊണ്ടുവരുന്നത്, ആണും പെണ്ണും എന്ന് പറയുന്ന ഡിവൈഡ് കൊണ്ടുവരുന്നത്. അവിടെ അധികാരത്തെ നിർണ്ണയിച്ചിരുന്നത് പ്രായമായിരുന്നു, മൂപ്പായിരുന്നു. ആ ഗോത്രത്തിൽ അധികാരത്തെ നിർണ്ണയിച്ച പ്രധാനപ്പെട്ട ഘടകം ജെൻഡർ ആയിരുന്നില്ല. ജെൻഡർ എന്ന് പറയുന്നൊരു കൊളോണിയൽ പ്രൊജക്റ്റ് ആണെന്നുള്ള രീതിയിൽ ആ പുസ്തകം സ്ഥാപിച്ചെടുക്കുന്നത്. അപ്പം പ്രകൃതി പറഞ്ഞതിൽ അതിൻ്റെ ഒരു ഉള്ളടക്കമുണ്ട്. അതേപോലെ
വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം പൊതുവിൽ നമ്മൾ മനസ്സിലാക്കുക എഡ്യൂക്കേറ്റഡ് ആയ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രോഗ്രസീവ് എന്ന് കരുതുന്ന ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഒക്കെ ആയിട്ടുള്ള സ്ഥലങ്ങൾ നമ്മളങ്ങ് ഇൻക്ലൂഡ് ചെയ്ത് കളയും, അവർ ഭയങ്കര നമ്മളങ്ങ് ചേർത്ത് പിടിച്ച് കളയും, അവർ ഭയങ്കര സഹിഷ്ണുതയുള്ള ആളുകളാണ് എന്നൊക്കെ നമ്മൾ കരുതും, തെറ്റിദ്ധരിക്കും. ഈ വിദ്യാഭ്യാസം ഇല്ലാത്ത, വർഗ്ഗപരമായി താന്ന, ജാതീയമായി താണതെന്ന് പറയപ്പെടുന്ന സ്ഥലങ്ങളിൽ നിന്നുള്ള മനുഷ്യരാണ് ഭയങ്കര ഹോമോഫോബിക് ആയിട്ടുള്ള മനുഷ്യർ, ക്യൂറോഫോബിക് ആയിട്ടുള്ള മനുഷ്യർ. അങ്ങനെയൊന്നുമില്ല എന്ന് നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ തെളിയിക്കുന്നതാണ്. അത് പ്രകൃതിയുടെ പറച്ചിലുണ്ടായിരുന്നു. സഞ്ജനയോടാണ് അടുത്തൊരു ചോദ്യം. സഞ്ജന വളരെ ഇൻ്റർസെക്ഷനിലായുള്ള ഒരു പരിസരത്ത് നിന്ന് വരുന്ന ഒരാളാണ്. നമുക്കറിയാം ക്ലാസിക്കൽ നൃത്തം എന്ന് പറയുന്നത്, ശാസ്ത്രീയ നൃത്തം എന്ന് പറയുന്നത് കൃത്യമായിട്ട് ജാതിയുടെ ചരിത്രം കൂടി പേറുന്ന ഒരു രൂപമാണ്. കൃത്യമായിട്ട് ഭരതനാട്യത്തിൻ്റെ ചരിത്രമൊക്കെ എടുത്ത് നോക്കിയാൽ രുക്മിണി ദേവി അരുണ്ടയിലൊക്കെ ചെയ്തത് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പം ഈ രൂപത്തിനകത്ത് നിന്നുകൊണ്ട് നൃത്തം എന്ന മാധ്യമത്തിനെ പുതുക്കുന്ന ഒരു പണി കൂടിയാണ് സഞ്ജനയ്ക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത്. രണ്ട് തരത്തിലും, ജാതിയുടെ തരത്തിലാണെങ്കിലും ജെൻഡറിൻ്റെ തരത്തിലാണെങ്കിലും. നമ്മളെപ്പോലെയുള്ള ശരീരങ്ങൾ, ഈ നിലനിൽക്കുന്ന സൗന്ദര്യഘടനയിലേക്ക് ചേർക്കാൻ പറ്റാത്ത ശരീരം, നമ്മളെ ഏറ്റവും കൂടിപ്പോയാൽ അവർ നമ്മളെ അനുവദിക്കാൻ ഒരു നാടോടി നൃത്തം കളിക്കാൻ നമ്മുടെ ശരീരങ്ങൾ വേണ്ടി വരും. അല്ലാതെ ക്ലാസിക്കൽ നൃത്തം പോലെയുള്ള നൃത്തം നമ്മളെ കൊണ്ട് പറ്റും. അപ്പം അങ്ങനെ ഒരു സ്പേസിലാണ് സഞ്ജന നൃത്തം പഠിപ്പിക്കുന്നു, നൃത്തം ചെയ്യുന്നു. ഒരുപാട് അധിക്ഷേപങ്ങളും ഒക്കെ നേരിട്ടുകൊണ്ടാണ് സഞ്ജന ഇപ്പോൾ ഈ വേദിയിൽ കയറിയിരിക്കുന്ന പോലെ ഒരു വലിയ സിനിമയുടെ ഭാഗമാകുന്നു. ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ, മോഹൻലാലൊക്കെ അഭിനയിച്ച ഒരു സിനിമയുടെ ഭാഗമാകുന്നു. അപ്പം എങ്ങനെ കാണുന്നു ഈ രൂപത്തിനെ, പ്രതിരോധങ്ങളെ? തീർച്ചയായിട്ടും ഞാൻ ക്ലാസിക്കൽ ഡാൻസ് പഠിക്കാനുള്ള കാരണം തന്നെ, ഞാൻ ആദ്യം ഒരു ഫോക്ക് ഡാൻസ് ചെയ്തിട്ടാണ് കലോത്സവ വേദിയിലൊക്കെ വരുന്നത്. അപ്പോൾ ഫോക്ക് ഡാൻസ് പഠിപ്പിക്കാൻ തുടങ്ങിയതിന് ശേഷവും മറ്റു ക്ലാസിക്കൽ ഡാൻസേഴ്സിൻ്റെ ഇടയിൽ ഫോക്ക് പഠിപ്പിക്കുന്ന ആൾക്കാർക്ക് ഒരു റെസ്പെക്റ്റോ വിലയോ, അല്ലെങ്കിൽ ഒരു സദസ്സിൽ നാടോടി നൃത്തം കളിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന റെസ്പെക്റ്റ് വേറെ, അതുപോലെ ക്ലാസിക്കൽ ഡാൻസ് കളിക്കുമ്പോൾ കിട്ടുന്ന റെസ്പെക്റ്റ് വേറെയാണ്. ഇപ്പോൾ ഞാൻ ക്ലാസിക്കൽ ഡാൻസ് ഇപ്പോൾ BA ഭരതനാട്യം സെൻറ്റ് തെരേസാസ് കോളേജിൽ 3rd ഇയർ ചെയ്തുകൊണ്ടിരിക്കുക. ചെയ്യാനുള്ള കാരണം ഈ പറയുന്ന പോലെ ഒരു മതത്തിൻ്റെ അല്ലെങ്കിൽ ആചാരത്തിൻ്റെ ഒക്കെ അടിസ്ഥാനമാക്കി എഴുതിയ ഗ്രന്ഥങ്ങളെയും പുരാണങ്ങളെയും ഒക്കെ ചിട്ടപ്പെടുത്തിയിട്ടാണ് ഈ ക്ലാസിക്കൽ ഡാൻസ് പഠിക്കേണ്ടി വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ക്ലാസിക്കൽ ഡാൻസിൽ എന്താണ് ഉള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു മതം, ജാതി, അതിന് എത്രത്തോളം ഒരു കലയെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ ഇതിൽ ഡിഗ്രി ചെയ്യുന്നത്. ഒരു ഭരതനാട്യം ഡാൻസറായിട്ട് ഞാൻ 16 വർഷം ഭരതനാട്യം ഡാൻസറായി നിന്നിട്ടും ഇതിൽ ഡിഗ്രി ചെയ്യാൻ കാരണം തന്നെ അത് അതിലേക്ക് കുറച്ചുകൂടി ആഴത്തിൽ ഇറങ്ങി പഠിക്കാനും അതിലുള്ള ജാതി, മതം, വർണ്ണം, നിറം അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ ആധികാരികമായി അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും എന്നോട് തന്നെ പല ഡാൻസസ്, ഇപ്പം നിങ്ങൾക്കറിയാം സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവത്തിലായിരുന്നു വിധി നിർണയത്തിൽ ഭരതനാട്യം ചെയ്തപ്പോൾ എനിക്ക് ഒരു പോസ്റ്റ് നെഗറ്റീവ് ഒന്നും എഴുതാതെ ഒരു വിധികർത്താവ് എഴുതിയത് ദേവിയുടെ സൗന്ദര്യം ഇല്ലായിരുന്നു എന്നാണ്. വേറെ ഒരു ഫോൾട്ടും ഒരു ജഡ്ജസും എഴുതാതെ ഈ ദേവിയുടെ സൗന്ദര്യം ഇല്ല എന്നതിൻ്റെ പേരിൽ മാർക്ക് കുറച്ച് എനിക്ക് ഒരു മാർക്ക് ഷീറ്റ് തരാണ് ചെയ്തത്. അപ്പോഴും ഞാൻ ചിന്തിച്ചു, ഈ പറയുന്ന ഈ നാട്യശാസ്ത്രത്തിലെ നർത്തകി ലക്ഷണങ്ങളിൽ നാട്യശാസ്ത്രം ഒരു അടിസ്ഥാന ഗ്രന്ഥമാണെങ്കിൽ പോലും അതിലും പൊളിച്ചെഴുതേണ്ട കുറേ കാര്യങ്ങളുണ്ട്. കാലത്തിനൊപ്പം സഞ്ചരിക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റി നിർത്തി കാലത്തിനൊപ്പം തന്നെ സഞ്ചരിക്കേണ്ടതുണ്ട്. അപ്പോൾ നിറം, സൗന്ദര്യം, ആകാര സൂക്ഷ്മത എന്നൊക്കെ പറയുന്ന കുറേ കാര്യങ്ങളൊക്കെ വെറും പൊള്ളയായ കാര്യങ്ങളാണെന്നും ഏതാൾക്കും നൃത്തം പഠിക്കാൻ, അതിപ്പോൾ ഹാൻഡിക്യാപ്റ്റഡ് ആയിട്ടുള്ള ഒരാൾക്ക് ക്ലാസിക്കൽ ഡാൻസിനോട് ഇഷ്ടമാണ്, അയാൾക്ക് പഠിക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാളുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് അയാളത് പഠിക്കട്ടെ. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ പ്രകൃതി പറഞ്ഞ പോലെ ഈ ആദിവാസി സമൂഹത്തിലെ ദളിതായിട്ടുള്ള ആളുകൾക്ക് ക്ലാസിക്കൽ ഡാൻസ് പഠിക്കണമെങ്കിൽ അവർ പറയും ആദ്യം, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ആചാരങ്ങളും കലയും ഉണ്ടല്ലോ, അത് തന്നെ പഠിച്ചാൽ പോരെ എന്നുള്ളത്. അത് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, ഈ കമ്മ്യൂണിറ്റീൻ്റെ അകത്ത് പോലും നമുക്ക് ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ട് നൃത്തം പഠിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആണ് പെണ്ണ് എന്നുള്ളൊരു ബൈനറിയിൽ മാത്രം നിന്ന് തന്നെ ഡാൻസ് ചെയ്യണം, കഥാപാത്രങ്ങൾ അങ്ങനെയാണ് പുരാണങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് പല ഐറ്റവും ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളുണ്ട്. പിന്നെ ഞാൻ കേട്ടത് ഈ പ്രശ്നങ്ങൾ, അതുപോലെ ഈ ട്രാൻസ്ജെൻഡർ കലോത്സവത്തിലെ ഇഷ്യൂസൊക്കെ നടക്കുമ്പോൾ തന്നെ എന്നോട് പറഞ്ഞു, ഒരു പണിക്കരാണ്, അതായത് ആ പേരിൻ്റെ കൂടെ പണിക്കർ എന്നൊരു വാല് ചേർത്തിട്ടുള്ള ഒരു പുള്ളിക്കാരി ട്രാൻസ് വുമണുമാണ്. ആ വ്യക്തി എന്നോട് പറഞ്ഞത്, ഈ പറയുന്ന മതത്തിലും ഹിന്ദു ഗ്രന്ഥങ്ങളിലും വിശ്വസിക്കാത്ത ആണ് കുട്ടിയെങ്കിൽ കുട്ടി ഇനി മുതൽ ക്ലാസിക്കൽ ഡാൻസ് പഠിക്കാൻ യോഗ്യമല്ല എന്നാണ് എന്നോട് പറഞ്ഞത്.
അപ്പോഴും ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് ക്ലാസിക്കൽ ഡാൻസിനെ കുറിച്ച് അറിയണം, ഞാനൊരു ഡാൻസറാണ്, ഞാൻ ഭരതനാട്യം കളിക്കും, പക്ഷേ ഞാൻ കളിക്കുന്ന രാമനും സീതയും ഹനുമാനും അതുപോലെ തന്നെ ശ്രീകൃഷ്ണനും വിഷ്ണു ഒക്കെ ഒരു മനുഷ്യൻ എഴുതിയ കഥകളാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ഒരിക്കലും ഇതുവരെ നോൽമ്പെടുത്തിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ വ്രത അനുഷ്ഠിച്ചിട്ടൊന്നും ഞാൻ ക്ലാസിക്കൽ ഡാൻസ് ചെയ്തിട്ടില്ല. പലപ്പോഴും എല്ലാവരും ക്ലാസിക്കൽ ഡാൻസ് ഭയങ്കര ഭക്തിയോടുകൂടി കാണുന്ന സമയത്ത് ഞാൻ ഒരു കഥ ഞാൻ ആ സ്റ്റേജിൽ അവതരിപ്പിക്കുന്നു. അത് നാടോടി നൃത്ത രൂപത്തിലും ഭരതനാട്യ രൂപത്തിലും ഒക്കെ അവതരിപ്പിക്കാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ആൾക്കാർ ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്കത് പറ്റില്ല, ഈ ആചാരാനുഷ്ഠാനങ്ങളും അതുപോലെ തന്നെ ഈ ട്രഡീഷണൽ സ്റ്റൈൽ വിട്ടിട്ട് നിങ്ങൾ ആ പരിധിക്ക് ഉള്ളിൽ തന്നെ നിന്ന് ചെയ്യണമെന്നുള്ളത്. അപ്പോഴാണ് ഞാൻ എക്സാക്റ്റ് എൻ്റെ ഗുരുവിൻ്റെ ആ ഒരു കഴിവ് മനസ്സിലാക്കുന്നത്. കാരണം ഹിന്ദു പുരാണങ്ങളെ മാത്രം അടിസ്ഥാനമാക്കി ചെയ്തുകൊണ്ടിരുന്ന നൃത്തരൂപം, പ്രത്യേകിച്ച് ഭരതനാട്യത്തിൽ വാവർ എന്ന് പറയുന്ന ഒരു ആളെ നിങ്ങൾക്കറിയാം, അയ്യപ്പൻ്റെ സുഹൃത്തായിട്ടുള്ള വാവർ, ഒരു കൊള്ളക്കാരനായിട്ടുള്ള വാവരെ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ വാവരുടെ സ്റ്റോറി ഭരതനാട്യം ചെയ്യുകയും 2013 മലപ്പുറത്ത് വെച്ച് കലോത്സവം നടക്കുമ്പോൾ ഒരു പരീക്ഷണാർത്ഥം ഒന്നെങ്കിൽ ഈ ഐറ്റം 1ാം സ്ഥാനം അല്ലെങ്കിൽ നോ ഗ്രേഡ് എന്ന രീതിയിലാണ് ഇപ്പോൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ തുടക്കം തന്നെ ഒരു ബാങ്കുവിളിയാണ്. അപ്പോൾ തന്നെ ജഡ്ജസും മറ്റു മാഷുമാരൊക്കെ ഞെട്ടി, ഇതെന്താ സംഭവം, ഭരതനാട്യത്തിൽ ബാങ്ക് വിളിയോ, അങ്ങനെ പാടില്ല. ബാങ്ക് വിളിച്ചു നിസ്കരിച്ച് തുടങ്ങിയിട്ടാണ് ഈ ഐറ്റം ചെയ്യുന്നത്. അതുപോലെ തന്നെ യേശു ക്രിസ്തുവിൻ്റെ ചരിതം, ഇപ്പോൾ കഴിഞ്ഞ വർഷം വേളാങ്കണ്ണി മാതാവിൻ്റെ ഒരു ചരിതം, ഇതെല്ലാം ഭരതനാട്യത്തിൽ സംസ്ഥാന കലോത്സവത്തിൽ ഞങ്ങൾ പിള്ളേരെ കൊണ്ട് മത്സരിപ്പിക്കുന്നുണ്ട്, ഐറ്റങ്ങൾ കൊറിയോഗ്രാഫി ഉണ്ട്. അപ്പോൾ കലയ്ക്കും ഈ പറഞ്ഞ പോലെ ജാതി മത ലിംഗ വർണ്ണ വ്യത്യാസങ്ങൾക്കപ്പുറം കല സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. കാരണം അത്തരം മാറ്റങ്ങൾ വരുത്തുമ്പോഴേ നമ്മളെപ്പോലുള്ള കലാകാർ ഈ ലോകത്ത് ജീവിച്ചിരുന്നത് മറ്റുള്ളവരെ അറിയുള്ളൂ. അപ്പോൾ നിറത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലും മതത്തിൻ്റെ പേരിലും ഒക്കെ കലയിലെ മറ്റുള്ളവരെ മാറ്റി നിർത്തുമ്പോൾ അതിന് എന്താണെന്ന് എക്സാക്റ്റ് പഠിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുന്നത്. ഇപ്പോൾ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിലെ ഒരു 30ഓളം ആളുകൾ എൻ്റെ സ്റ്റുഡൻസാണ്. സൗജന്യമായിട്ട് ട്രസ്റ്റ് അരങ്ങേറ്റം വരെയുള്ള എല്ലാ ചിലവുകളും ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിലുള്ള പല വ്യക്തികളെയും ഞാൻ നൃത്തം പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ 40,000 50,000 കൊടുത്ത് എൻ്റെ ഗുരുവിൻ്റെ അടുത്ത് പോയി പഠിച്ച ഐറ്റം അല്ലെങ്കിൽ ഇനങ്ങളൊക്കെ തന്നെ വെറും സൗജന്യമായിട്ട് ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റിയിലകത്തുള്ള കലാകാരെ കണ്ടെത്തി പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ വന്ന വഴിക്ക് മറ്റുള്ളവരും കൂടി വരാനും എൻ്റെ കമ്മ്യൂണിറ്റീനെ എംപവർ ചെയ്യാനും അവരുടെ കഴിവുകളെ ഷോക്കേസ് ചെയ്യാനുള്ള അവസരങ്ങളും കൊടുക്കാനും കൂടിയാണത്. കാരണം എനിക്ക് സഞ്ജന ചന്ദ്രൻ എന്നുള്ള വ്യക്തിക്ക് ഒരുപാട് വേദികൾ കിട്ടുന്നുണ്ട്. പക്ഷേ എൻ്റെ കൂടെയുള്ള മറ്റ് കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനും എൻ്റെ സഹോദരികൾക്കും സഹോദരന്മാർക്കും അവസരങ്ങളില്ല. ഇപ്പം നമ്മൾ 4 പേര് വന്നപ്പോൾ ശീതളിച്ച് പറഞ്ഞു എല്ലാം ട്രാൻസ്മനാണ് വന്നത്. ക്യൂർ കമ്മ്യൂണിറ്റിയിൽ ഇനിയും ട്രാൻസ്മൻ ആയിട്ടുള്ള വ്യക്തികളെ ഇന്നും അംഗീകരിക്കാത്ത, അവർക്ക് വേദി കൊടുക്കാത്ത ആളുകളുണ്ട്. ഒരു റെപ്രസെൻറ്റേഷൻ എന്ന രീതിയിലെങ്കിലും ഒരാളെങ്കിലും വിളിക്കാമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം മാറ്റുനിർത്തകളൊക്കെ പൊളിച്ചെഴുതുക എന്നുള്ളതാണ് നമ്മളെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഒപ്പം നമ്മളെ കഴിവുകളെ ലോകത്തിന് കാണിക്കണം. നമ്മൾ വന്ന വഴിക്ക് നമുക്ക് മറ്റുള്ളവരും കൈപിടിച്ച് ഉയർത്താനും കൂടി സാധിക്കണം. അതാണ് കല എന്നുള്ളത് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. താങ്ക് യു. ശാസ്ത്രീയ നൃത്തത്തിൻ്റെ മേഖലയിൽ നിരന്തരം പുതുക്കലുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം അമിത്തിനെ പോലെയുള്ള ആളുകൾ, RLV രാമകൃഷ്ണൻ, അതേപോലെ നൃത്യപിള്ള, അങ്ങനെ ഒരുപാട് പേര് ജാതിനെയും ജെൻഡറിനെയൊക്കെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ആ രൂപത്തിനെ പുതുക്കാനുള്ള പണികൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത് നമുക്ക് ചോദിക്കാനുള്ള വിജയരാജ മല്ലികയോടാണ്. വിശേഷണങ്ങളൊന്നും ആവശ്യമില്ലാത്തൊരു വ്യക്തിയാണ്. അപ്പം മല്ലികയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കവിതകൾ എഴുതുന്നു, ആത്മകഥ എഴുതുന്നു, നോവലിൻ്റെ പണിയിലാണ്. അപ്പം മല്ലികയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു നീക്കമായിട്ട് എനിക്ക് തോന്നിയത്, മല്ലിക ഒരു താരാട്ടുപാട്ട് എഴുതിയിട്ടുണ്ട് ഇൻ്റർസെക്സ് ആയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട്. നമുക്കറിയാം മാതൃത്വം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ആദർശവൽക്കരിക്കപ്പെട്ട ഒരു സാധനമാണ് ഈ പാട്രിയാർക്കലായ സിസ്റ്റത്തിനകത്ത്. അപ്പം പാട്രിയാർക്കിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനം കൂടിയാണ് ഈ മാതൃത്വം എന്ന് പറയുന്നത്. അപ്പോൾ മാതൃത്വത്തിൻ്റെ ഒരു ഫോമിനെ, താരാട്ട് എന്ന് പറയുന്ന ഒരു ഫോമിനെ മല്ലിക എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കൂ. ഇൻ്റർസെക്സ് ആയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ആണല്ല പെണ്ണല്ല കൺമണി നീ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു താരാട്ട് തുടങ്ങുന്നത്. അപ്പോൾ ഭാഷയിൽ ഇത്തരം പുതുക്കലുകൾ നടത്തിക്കൊണ്ട് പുതിയ വാക്കുകൾ ഉണ്ടാക്കിക്കൊണ്ടൊക്കെയാണ് ക്യൂർ മനുഷ്യർ എഴുത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്, സാഹിത്യത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് മല്ലിക എഴുത്ത് ജീവിതത്തിനെ വിശദീകരിക്കുന്നത്? ആദ്യമേ നമസ്കാരം. ഇവിടെ അനൗൺസ് ചെയ്ത സമയത്ത് പറഞ്ഞു സാഹിത്യ അക്കാദമിയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡറായ ജനറൽ കൗൺസിൽ അംഗം. എനിക്ക് പറയാനുള്ളത്, വരാനിരിക്കുന്ന ആയിരക്കണക്കിന് ജനറൽ കൗൺസിൽ അംഗങ്ങൾക്ക് ഒരാൾ എന്നുള്ള രീതിയിലാണ് അതിനെ പുതുക്കാൻ ആഗ്രഹിക്കുന്നത്. ഭാഷ എക്കാലത്തും വ്യത്യസ്തരായ മനുഷ്യരെ, വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളാതെ എല്ലാ കാലത്തും അത് മുറിവേൽപ്പിച്ചു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഈ മുറിവേൽപ്പിക്കലുകൾ തുടങ്ങിയത്
കൊളോണിയൽ ചരിത്രത്തിന് ശേഷമാണെന്ന് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. കാരണം പറങ്കികൾ ഇന്ത്യ ഭരിച്ചിരുന്ന കാലത്തോ അല്ലെങ്കിൽ അതിനു മുമ്പ് ഭരണാധികാരികൾ ഉണ്ടായിരുന്ന കാലത്തോ ഈ വൈവിധ്യങ്ങൾ തമസ്കരിക്കപ്പെട്ടിരുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഭാഷ എപ്പോഴും ഞാൻ കാണുന്നത് നമ്മുടെ ഒരു സാംസ്കാരിക മുഖമായിട്ടും ആ മുഖത്തിൻ്റെ പ്രതിബിംബം സാഹിത്യമാണെന്നും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആദ്യത്തെ കവി അല്ലെങ്കിൽ ആദ്യത്തെ ഇന്നയാൾ എന്ന് പറയുമ്പോഴും നമുക്ക് മുൻകാല ചരിത്രങ്ങളിൽ തീർച്ചയായിട്ടും ആളുകൾ ജീവിച്ചിരുന്നു. പക്ഷേ ആ അടയാളങ്ങളെ കൊണ്ടുവരാൻ പ്രാപ്തമാകുന്ന ഒരു ചരിത്രം നമുക്കില്ലാത്തത് കൊണ്ടാണ് സത്യത്തിൽ നമ്മൾ ഇന്ന് ഇത്രത്തോളം അനുഭവിക്കുന്നത്. ഇപ്പോൾ പ്രൈഡ് പരേഡ് ആണെങ്കിലും അതെല്ലാം മറ്റ് ഈ പറയുന്ന എന്ത് തന്നെ ദൃശ്യത നമ്മൾ കൊണ്ടുവന്നാലും അതിന് നമുക്ക് ഉപമിക്കാൻ ചരിത്രത്തിൽ ചില കാര്യങ്ങളില്ല. മറിച്ച് നമ്മളെയൊക്കെ ക്രിമിനലുകളായി ചിത്രീകരിച്ച 1871 ട്രൈബൽ ആക്ട് നമ്മളെ മനഃപൂർവ്വം പഠിപ്പിക്കാതിരുന്നതാണ് എന്നത് ഒരു വലിയ സത്യമാണ്. ഇപ്പോൾ ബ്രിട്ടീഷ് ചരിത്രത്തെ പൊതുവിൽ ഗോൾഡൻ ഏജ് ഓഫ് ഇന്ത്യ എന്നാണ് പറയുക. പക്ഷേ ഈ ഗോൾഡൻ ഏജ് സത്യത്തിൽ സ്വർണം കൊണ്ടുള്ള ഏജായിരുന്നോ മുക്കുപണ്ടമായിരുന്നോ എന്നുള്ളത് നമ്മൾ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ നമ്മൾ വായനാ കുതുകികളാണ് അന്വേഷിച്ച് പോകേണ്ടതെന്ന് ഞാൻ തീർച്ചയായിട്ടും കരുതുന്നുണ്ട്. പിന്നെ ഈ കവിതകൾ എഴുതുമ്പോൾ പ്രത്യേകിച്ച് ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു ഇൻ്റർസെക്സ് വ്യക്തിയുടെയോ ഗേ ആയിട്ടുള്ള വ്യക്തിയുടെയോ ഒക്കെ അസെക്ഷലായ വ്യക്തികളുടെയോ ഒക്കെ പ്രണയവും കാമനകളും എഴുതുമ്പോൾ മലയാളത്തിൽ മാന്യമായിട്ടുള്ള പദങ്ങളില്ലായിരുന്നു എന്നത് സത്യമാണ്. പക്ഷെ അത് നമ്മൾ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ മറ്റ് ഭാഷകളിൽ നിന്ന് നമ്മുടെ വ്യക്തിപരമായ അനുഭവങ്ങളിലൂടെ പുതിയൊരു ക്രാഫ്റ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നത് എന്നെ സംബന്ധിച്ച് ആദ്യമൊക്കെ ചാലഞ്ചായിരുന്നു. പക്ഷേ ഇപ്പം അതൊരു ഈസിയായ പ്രോസസ്സാണെന്ന് മനസ്സിലാക്കുന്നു. ഒരു ഉദാഹരണം പറയാം. ചഞ്ചല എന്ന കവിതയുടെ അവസാനം ഒരു വരിയുണ്ട്. അതായത് സാധാരണ ട്രാൻസ്ജെൻഡർ സ്ത്രീകൾ അവർ ലിംഗമാറ്റ ശസ്ത്രക്രിയ കഴിഞ്ഞാൽ വാഴ പോലെയാണ് അല്ലെങ്കിൽ വാഴപ്പിണ്ടി പോലെയാണെന്നൊക്കെ വിശ്വസിക്കുന്ന ഒരു മാസ്കുലിൻ ആൺ സമൂഹം, സിസ്ജെൻഡർ ആൺ സമൂഹം നമുക്കുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് സർജറി കഴിഞ്ഞ ഒരു 6 മാസമൊക്കെ വല്ലാത്തൊരു കാമനയിലാണ് ഞാൻ ജീവിച്ചിരുന്നത്. 6 മാസം കഴിയാൻ കാത്തിരിക്കുകയായിരുന്നു ഞാനൊന്ന് പൂത്തുലയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്തരത്തിലുള്ള യോനികൾക്ക് എന്ത് പദം മലയാളത്തിൽ കൊടുക്കാം എന്നുള്ളൊരു ആലോചനയിലാണ് സത്യത്തിൽ ജലകുടീരം എന്നൊരു പദം എനിക്ക് ക്രാഫ്റ്റ് ചെയ്തെടുക്കാൻ സാധിച്ചത്. അത് സൃഷ്ടിക്കുകയായിരുന്നില്ല, മറിച്ച് അത് നിർമ്മിച്ചെടുക്കുകയായിരുന്നു. അത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിൽ കേരളത്തിലെ വൈവിധ്യത്തെ സ്നേഹിക്കുന്ന കവികൾ തീർച്ചയായിട്ടും ചിന്തിക്കണമെന്ന് തന്നെ കരുതുന്നു. പണ്ടൊക്കെ 9 എന്ന് വിളിച്ച് കളിയാക്കുമ്പോൾ കവിത എഴുതും അപ്പം തന്നെ, അല്ലെങ്കിൽ അവരുടെ പേരിൽ ഒരു വാഴ നടും, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. അത് എൻ്റെ ഫേസ്ബുക്ക് കണ്ടാലും അറിയാം. ശശി കുലച്ചു, ശശി കായ്ച്ചു, ശശിയെ വിറ്റു എന്നൊക്കെ പറഞ്ഞ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഉണ്ട്. അത് വാഴയാണ്, വേറൊന്നുമല്ല. റോട്ടിൽ കൂടെ നടന്നു പോകുമ്പോൾ ഒരു ശശി എന്നെ നോക്കി കളിയാക്കിയാൽ അത് ശശി എന്ന പേരിപ്പോൾ വളരെ ട്രൊമാറ്റിക്കാണ്. അതല്ല ഉദ്ദേശം, ഒരു പേര് മാത്രമാണ് ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് ഇൻസ്റ്റയിലൊക്കെ കണ്ടാൽ അറിയാം. കാരണം നമുക്കിപ്പോൾ എല്ലാവരെയും പോയി തല്ലാനോ നന്നാക്കാനോ ഒന്നും പറ്റില്ല. നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് നമ്മൾ ജീവിച്ചിരുന്ന കാലത്തെ വ്യത്യസ്തരായ മനുഷ്യരെ ഭാഷയുടെ ഒരു നൂലിൽ ചേർത്തുകൊണ്ട് അന്തസ്സായിട്ടുള്ളൊരു ചരിത്രം നമുക്കുണ്ടായിരുന്നു എന്നത് വരാനിരിക്കുന്ന ചരിത്ര ഗവേഷകരെയും വായന കുതുകികളെയും ഒക്കെ അറിയിക്കുക എന്ന് തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് സംഘകാല എഴുത്തുകളിലൊക്കെ വളരെ കൃത്യമായി സ്ത്രീകൾക്ക് 8 ഗുണങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ എന്നും 9ാമത്തെ വീര്യം എന്ന ഗുണം ഞങ്ങളെപ്പോലുള്ള ഇൻ്റർസെക്സ് ട്രാൻസ്ജെൻഡർ മനുഷ്യരിലൂടെ എഴുതി ചേർക്കപ്പെട്ടതായിരുന്നുവെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ എന്തൊരു ടെൻഷൻ അടിക്കണം. ഇപ്പോൾ ഇവിടെ സഞ്ചലം പറഞ്ഞു നൃത്തത്തെപ്പറ്റി. നൃത്തത്തിൻ്റെ തുടക്കം തന്നെ 5 തരം കൂത്തുകളെ പറ്റി, പ്രത്യേകിച്ച് പേടിക്കൂത്ത്, ട്രാൻസ്ജെൻഡറായ മനുഷ്യർ, അത് ട്രാൻസ്ജെൻഡർ ആണോ ഇൻ്റർസെക്സ് ആണോ എന്നറിയില്ല, മറിച്ച് ഇത്തരം മനുഷ്യർ കളിച്ചിരുന്ന പേടിക്കൂത്തുകളെ പറ്റിയും അത് മാധവി, നമ്മുടെ മറ്റേ കൊടുങ്ങല്ലൂരമ്മയുടെ കഥ പറയുന്ന അതിലെ മാധവി, ഏറ്റവും നല്ല നർത്തകിയായിരുന്ന അക്കാലത്തെ മാധവി, ഈ ട്രാൻസ്ജെൻഡർ മനുഷ്യരുടെ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട്. അപ്പോൾ നമ്മൾ ആലോചിക്കണം, അക്കാലത്ത് അത്തരത്തിൽ സമൂഹങ്ങൾക്ക് ഒരു ഇൻക്ലൂസിവിറ്റി ഉണ്ടായിരുന്നു എന്ന ചരിത്രത്തിലോ അല്ലെങ്കിൽ നമ്മൾ പുതിയതായി അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന ഇടങ്ങളിലോ ഉണ്ടായിരുന്നു എന്ന വാസ്തവമാണ് അതിൽ മനസ്സിലാക്കുന്നത്. അതിനെ കവറ്റ് ചെയ്യാനും അതിനെ എതിർക്കാനും ധാരാളം യുവവാദങ്ങൾ ഉണ്ടാകാം. പക്ഷേ ചരിത്രത്തെ സ്നേഹിക്കുകയും ചരിത്രത്തെ തിരിച്ചറിയുകയും, ഞാൻ പറയുന്നത് നമ്മളെ പഠിപ്പിച്ച ചരിത്രമല്ല, മറിച്ച് ചരിത്രത്തിൽ മറച്ചു വയ്ക്കപ്പെട്ട ധാരാളം യാഥാർത്ഥ്യങ്ങളുണ്ട്. അത്തരം യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയാനും അതിലേക്കൊരു അന്വേഷണ ബുദ്ധിയോടെ നടന്നു ചെല്ലാനും കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ആണ് പെണ്ണ് എന്ന് പറയുന്ന കള്ളികൾ ഇങ്ങനെ വളരെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് 2 കള്ളികളുള്ളപ്പോൾ അതിനിടയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാവുന്ന മനുഷ്യരുണ്ടാകും
ഉണ്ടാകാമെന്ന് ചിന്തിക്കാൻ റേഷനറി കഴിക്കുന്ന ആർക്കും പറ്റും. പക്ഷേ നമ്മളെ ചിന്തിക്കാൻ സമ്മതിക്കാത്ത ചില ഏജൻസികളുണ്ട്. അത്തരം ഏജൻസികൾ ഒരുപക്ഷെ മതമായിരിക്കാം, മറ്റെന്തെങ്കിലും ആയിരിക്കാം. അവർക്ക് അവരുടേതായ കൃത്യമായ അജണ്ടയുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് നമ്മളായി ജീവിക്കാൻ നമ്മുടെ ഭാഷയെ എല്ലാ കാലത്തും സശക്തമാക്കുന്ന ഒരു ഗീവ് ആൻഡ് ടേക്ക് പ്രോസസ്സ് കൂടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വലിയ സന്തോഷം 10 പുസ്തകങ്ങൾ ഇറങ്ങി 11ാമത്തെ പുസ്തകം അടുത്ത മാസം ഇറങ്ങുന്നു എന്നതാണ്. അത് നിരന്തരം എഴുതിക്കൊണ്ടിരിക്കുക, യാത്രകളാകട്ടെ ജീവിതമാകട്ടെ എല്ലാ സമയത്തും എഴുതിക്കൊണ്ടിരിക്കുക. കാരണം ഓരോ എഴുത്തും ജീവിച്ചിരിക്കുന്ന ആളുകളെയും വരാനിരിക്കുന്ന ആളുകളെയും അത് എത്രത്തോളം മുന്നോട്ട് പോകാൻ സഹായിക്കുന്നു, ഉതകുന്നു എന്നതാണ് ഞാൻ ചിന്തിക്കുന്നത്. താങ്ക് യു. മല്ലിക പറഞ്ഞതിൽ ഒരു ക്രിട്ടിക്കൽ എൻഗേജ്മെൻ്റ് ആണ്. നമ്മൾ കൊളോണിയലിസത്തിൻ്റെ എല്ലാ കുറ്റവും അടിച്ചേൽപ്പിക്കുന്നതിൽ വലിയ പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കൊളോണിയലിസത്തിന് മുന്നേ എല്ലാം ഉൾക്കൊണ്ടിരുന്ന നമ്മുടെ ലിംഗലൈംഗിക വൈവിധ്യത്തിനൊക്കെ ഉൾക്കൊണ്ടിരുന്ന ഒരു ഭൂതകാലം നമുക്കുണ്ടായിരുന്നു എന്ന് പറയുന്നത് അത് എത്രത്തോളം യുക്തിസഹമായിട്ടുള്ള കാര്യമാണെന്ന് നോക്കിയാൽ മതി. ഇപ്പം ക്രിമിനൽ ട്രൈബ്സ് ആക്ട് കൊണ്ടുവരുന്ന സമയത്ത്, കൊളോണിയൽ ഭരണാധികാരികൾ കൊണ്ടുവരുന്ന സമയത്ത് യൂനക് പ്രോബ്ലം, അതായത് അന്നത്തെ കാലത്തെ ശരീരങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, ഹിജ്റ പ്രശ്നം, ഹിജ്റകളെ ഉന്മൂലനം ചെയ്യാന്ന് പറഞ്ഞൊരു ലാർജർ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് നടത്തിയ ആ ശ്രമങ്ങളുടെ സമയത്ത് അന്നത്തെ അധികാര ശ്രേണിയിൽ മുകളിൽ നിന്ന് അപ്പർ കാസ്റ്റ് ആയിട്ടുള്ള ബ്രാഹ്മൺ പുരുഷന്മാരോടൊക്കെ മധ്യവർഗ ആളുകളോടൊക്കെ അധികാര കേന്ദ്രത്തിൻ്റെ ഭാഗമായിരുന്ന ആളുകളോടൊക്കെ ഒപ്പീനിയൻ എടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ചരിത്രമുണ്ട്. അപ്പം ആ സമയത്ത് ആരും ഇത് ഞങ്ങളുടെ ചരിത്രമാണ്, ഇത് ഞങ്ങൾ അംഗീകരിക്കും എന്നുള്ള രീതിയിലൊന്നും മുന്നോട്ട് വന്നിട്ടില്ല. ബ്രിട്ടീഷുകാർ പോയിട്ടും എത്ര കാലം എടുത്തു നമുക്ക് ഈ ഒരു നിയമത്തിൻ്റെ വിടുതൽ നേടാന്നുള്ളത് ഒരു ചോദ്യമായിട്ട് നിൽക്കുന്നു. അപ്പം അത്തരം കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. എനിക്കൊന്ന് അടുത്ത സഞ്ജനയിലേക്ക് വരാം. സഞ്ജന സിനിമ, ഞാൻ പറഞ്ഞു പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. സിനിമയിലേക്ക് വരുന്നു. നമുക്കറിയാം നമ്മുടെ ചരിത്രം നോക്കണം, സിനിമയിലാണെങ്കിലും സാഹിത്യത്തിലാണെങ്കിലും കുറേ കാലം വരെ നമ്മളെ കോമാളികളായിട്ടാണ് അവതരിപ്പിച്ചിരുന്നത്, അല്ലെങ്കിൽ കുറ്റവാളികളായിട്ടാണ് അവതരിപ്പിച്ചിരുന്നത്. അപ്പം അതിൽ നിന്ന് മാറി നല്ല പ്രതിനിധാനം, നല്ല റെപ്രസെൻറ്റേഷൻ എന്നുള്ള രീതിയിലുള്ള സിനിമകൾ ഉണ്ടാവുന്നുണ്ട്. അതൊരു മാറ്റത്തിൻ്റെ സൂചനയാണ്. കാരണം ഇപ്പം ചാന്തുപൊട്ട് പോലെ ഒരു സിനിമയ്ക്ക് ഇന്നത്തെ കാലത്ത് ഒരിക്കലും നിലനിൽപ്പ് സാധ്യമല്ല. കാരണം അതൊക്കെ ആ സിനിമ ഉണ്ടാക്കിയ ഹാം നമുക്കറിയാം. നമ്മളെ കുട്ടിക്കാലം മൊത്തം കട്ടെടുത്തൊരു സിനിമയാണ്. അപ്പം ആ സിനിമ ഉണ്ടാക്കിയ ഹാം നമുക്കറിയാം. അപ്പം ഇന്നത്തെ കാലത്ത് പക്ഷേ അങ്ങനെ ഒരു സിനിമ സാധ്യമല്ല. അപ്പം ഈ മലൈക്കോട്ടെ വാലിബൻ സിനിമ വന്ന സമയത്ത് സഞ്ജനയ്ക്കുണ്ടായ ഏറ്റവും വലിയൊരു വിമർശനം എന്ന് പറയുന്നത് ചീത്ത ഒരു റെപ്രസെൻറ്റേഷനാണ്, ചീത്ത കഥാപാത്രമാണത്. അപ്പം എങ്ങനെയാണ് ആ വിമർശനത്തിനെ കാണുന്നത്? നല്ല പ്രതിനിധാനം, ചീത്ത പ്രതിനിധാനം, ആ ഒരു സാധനത്തിന് എങ്ങനെയാണ് സഞ്ജന മനസ്സിലാക്കുന്നത്, നോക്കിക്കാണുന്നത്? ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ എനിക്കവിടെ നല്ലതും ചീത്തയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എന്ത് കഥകൾ ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്ന ക്യാരക്ടറിനെ നമ്മൾ നന്നായി അതിനെ 100% റിസർച്ച് ചെയ്ത് അതിനൊരു ഔട്ട്പുട്ട് കൊടുക്കുക, ആ ക്യാരക്ടർ ആളുകൾ ശ്രദ്ധിക്കുക, അത് പ്രേക്ഷകർ ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഒരു ആർട്ടിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു ആക്ടർ എന്ന് പറയുന്നതിനെ ഏറ്റവും കൂടുതൽ പൂർണ്ണതയിൽ എത്തിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അത്തരം കോൺട്രവേഴ്സികളും അതുപോലെ തന്നെ ഇതുപോലെ ഗോസിപ്പുകളെയൊന്നും ഞാൻ വകവയ്ക്കാറില്ല പൊതുവേ. കാരണം അത് എനിക്ക് തോന്നുന്നു പബ്ലിക് പലപ്പോഴും ലിജോ സാർ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുള്ളിക്കാരൻ ഇങ്ങനെ നേരിടേണ്ടി വരുന്ന ഒരു ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ സഞ്ജനയെ പോലുള്ള ഒരു ട്രാൻസ് വുമൺ എന്തുകൊണ്ടാണ് വില്ലത്തിയായിട്ട് ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. വില്ലത്തി ട്രാൻസോ പുരുഷനോ സ്ത്രീയോ ആരും ആവാം, എല്ലാവരുടെ ഉള്ളിലും നല്ലതും ചീത്തതും ഒക്കെയുണ്ട്. അപ്പോൾ അതിനെ മനസ്സിലാക്കാനും നമ്മുടെ ചുറ്റുപാടിനെ മനസ്സിലാക്കാനും നമുക്ക് ചുറ്റുമുള്ള ജീവജാലങ്ങളും മനുഷ്യരും എല്ലാവരും വ്യത്യസ്തരാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാധാരണ ബോധം ആളുകൾക്കിടയിൽ ഇപ്പോഴും വളരാത്തത് കൊണ്ടാണ് ഇത്തരം ഗോസിപ്പുകളൊക്കെ ഇറങ്ങുന്നത്. പിന്നെ സിനിമയിലെ റെപ്രസെൻറ്റേഷൻ ഞാൻ കണ്ടിട്ടുള്ള പഴയ സിനിമകൾ, പ്രത്യേകിച്ച് ശീതളേച്ചിയൊക്കെ വരുന്നതിന് മുമ്പേ ഉള്ള സിനിമകളിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇതുപോലെ ക്യൂർ കമ്മ്യൂണിറ്റീനെ പ്രസൻറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഷോക്കേസ് ചെയ്തിരിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഒരു സെക്സ് വർക്കറായിട്ടുള്ള ഒരു തെരുവിൽ നിൽക്കുമ്പോൾ ഒരു പ്രത്യേകിച്ചൊരു ബോംബെ തെരുവ് കാണിക്കുകയാണ്. അപ്പോൾ അവിടെ കുറേ വാഹനങ്ങൾ കാണുന്നു, ഫാക്ടറികൾ കാണുന്നു, ആളുകൾ ഓടുന്നു, ചേരി കാണിക്കുന്നു, ഒപ്പം സിഗ്നലുകളിൽ കുറച്ച് ട്രാൻസ്ജെൻഡേഴ്സിനെ കാണിക്കുന്നു. ഇതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു രാത്രി സീനാണെങ്കിൽ ഇതുപോലെ സെക്സ് വർക്കിന് റോഡിലേക്കുന്ന കുറച്ച് ട്രാൻസ് കമ്മ്യൂണിറ്റീനെ കാണിക്കുന്നു, നായകനും നായിക ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നത്. ഇത് മാത്രമേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നീട് ശീതളേച്ചിയൊക്കെ സിനിമയിലേക്ക് വന്നതിന് ശേഷമാണ് ഒരു മുതിർന്നുള്ള കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ സിനിമയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ അല്ലെങ്കിൽ ആ കഥയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഒരു ക്യാരക്ടറിന് ക്യാരക്ടറിന് സാധിക്കുന്നത് ഇത്തരം കഥാപാത്രങ്ങൾ കണ്ടിട്ട്. അതുകൊണ്ട് തന്നെ
ഒരു സിനിമാ പ്രേമി അല്ലായിരുന്നിട്ട് കൂടി സിനിമയിലേക്ക് വരാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി നമ്മളെ അല്ലെങ്കിൽ ആളുകൾ മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിലെ കഴിവിനെ എനിക്ക് പുറത്തെടുക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം കിട്ടുമ്പോൾ അതിനെ നല്ല രീതിക്ക് ഉപയോഗപ്പെടുത്താൻ കൂടിയാണ്. അല്ലാതെ ഞാനൊരു സിനിമാ പ്രേമിയായിട്ട് അവസരം ചോദിച്ച സിനിമയിലേക്ക് പോയ ഒരാളല്ല. അവിചാരിതമായിട്ട്, അത് ഈ പറഞ്ഞ പോലെ ട്രാൻസ്ജെൻഡർ കലോത്സവത്തിൽ ദേവിയുടെ സൗന്ദര്യം ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ പത്രക്കാരോട് സംസാരിക്കുന്ന അതൊരു ഫോക്ക് ഡാൻസിൻ്റെ ഡ്രസ്സിലായിരുന്നു, ഫുൾ ഹെയർ ഒക്കെ അഴിച്ചിട്ട് ഫുൾ ബ്ലാക്ക് മേക്കപ്പിൽ. അത് തർക്കത്തിലൂടെ ഇങ്ങനെ സംസാരിക്കുന്ന വീഡിയോ എല്ലാ മാധ്യമങ്ങളിലും ലൈവ് പോയിക്കൊണ്ടിരിക്കുക ന്യൂസിൽ. ആ ന്യൂസ് കണ്ടിട്ടാണ് എന്നെ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യുന്നത്. അപ്പോഴും ഞാൻ ആദ്യം എന്നോട് സംസാരിച്ചപ്പോൾ പോലും ഞാനോ സിനിമയിലോ എനിക്ക് അഭിനയിക്കാൻ അറിയില്ല, കാരണം ഞാൻ ഡാൻസ് മാത്രം അഭിനയിച്ചല്ലോ, ഡാൻസിൻ്റെ അഭിനയം മാത്രമേ എനിക്ക് അറിയുള്ളൂ. അപ്പോഴും ഇങ്ങനെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ജോസ് പല്ലിശ്ശേരി പോലുള്ള നല്ലൊരു പ്രഗത്ഭനായിട്ടുള്ള ഒരു ഡയറക്ടറിൻ്റെ കൂടെ നമ്മളെല്ലാവരുടെയും ഫേവറേറ്റിലായിട്ടുള്ള ലാലേട്ടൻ്റെ കൂടെ ഒരു മുഴുനീള കഥാപാത്രം ചെയ്യാൻ കിട്ടുന്ന അവസരം അതെൻ്റെ കരിയറിനും എൻ്റെ കമ്മ്യൂണിറ്റിനും ഒക്കെ ഒരു വലിയ മാറ്റം ഉണ്ടാക്കുന്ന എനിക്ക് ഉറപ്പുണ്ടായതുകൊണ്ടാണ് ആ ഒരു ക്യാരക്ടറിനെ തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ അവിടെ ഈ പറഞ്ഞ പോലെ നെഗറ്റീവ് ക്യാരക്ടർ ചെയ്തു. പക്ഷേ എൻ്റെ രണ്ടാമത്തെ സിനിമ പെരുമാനി, അപ്പൻ സിനിമേൻ്റെ ഡയറക്ടറായിട്ടുള്ള മജു സംവിധാനം ചെയ്ത പെരുമാനിയിലും വളരെ ബോൾഡായിട്ടുള്ള, ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ അതിന് തക്കതായി മറുപടി കൊടുക്കുന്ന, ബുള്ളറ്റ് ഓടിക്കുന്ന, കൊടുവാളെടുത്ത് ചോദ്യം ചോദിക്കാൻ പോകുന്ന, നായകനോ മുമ്പിൽ ചോദ്യം ചോദിക്കാൻ പോകുന്ന, നായികയ്ക്ക് വ്യക്തമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു ബോൾഡ് ക്യാരക്ടറായിരുന്നു. അപ്പോഴും ആളുകൾ പറഞ്ഞു, ഓ നിങ്ങൾ ബുള്ളറ്റൊക്കെ ഓടിക്കാൻ, എന്നാൽ പിന്നെ സാഞ്ജനയ്ക്ക് ചുരിദാർ ഇടേണ്ട ആവശ്യമുണ്ടോ, ഷർട്ടും പാനിട്ടാൽ പോരെ, ബുള്ളറ്റ് ഓടിക്കുന്നത് ആണുങ്ങളാണ് എന്നുള്ള രീതിയിലും ആളുകൾ. അപ്പോൾ ക്രിറ്റിസിസം, ഗോസിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വരുന്ന എല്ലാവർക്കും നേരിടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനെ വകവയ്ക്കാതിരിക്കുക. നമ്മളെ കഴിവിൽ വിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവസരങ്ങൾ നമ്മളെ തേടി വരും. നമ്മൾ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇരിക്കുന്ന വീട്ടിൽ നമ്മൾ അവസരങ്ങൾ തേടി വന്നിരിക്കും. അവസരങ്ങളെ നമ്മൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക, അതിന് 100% ആത്മാർത്ഥതയോടുകൂടി വർക്ക് ചെയ്യാൻ സാധിക്കുക, എന്നാൽ മാത്രമേ വിജയത്തിലെത്തൂ എന്നുള്ള ആളാണ് ഞാൻ. അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ പലപ്പോഴും തെളിയിച്ചു എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. കാരണം എൻ്റെ കമ്മ്യൂണിറ്റിക്കും എൻ്റെ ഫാമിലിക്കും എൻ്റെ കൂട്ടുകാർക്കും മൊത്തം സൊസൈറ്റിയിലൊക്കെ തന്നെ എന്നെ ഒരു സഞ്ജന ചന്ദ്രൻ എന്നുള്ളൊരു പേര് ഞാൻ തന്നെ എനിക്ക് വെച്ച പേരാണത്. ആ പേര് ഇത്രത്തോളം ഉയർന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ളിൽ കഷ്ടപ്പെട്ടതും പ്രയത്നിച്ചതും ഒക്കെ ഞാൻ തന്നെയാണ്, ഞങ്ങൾ തന്നെയാണ്. അത് ഞങ്ങളുടെ കഴിവിൽ ഞങ്ങൾ വിശ്വാസം അർപ്പിച്ചത് കൊണ്ടും പോരാടിയത് കൊണ്ടുമാണ്. സോ അപ്പോൾ അത്രേ എനിക്ക് എല്ലാവരോടും പറയുള്ളൂ. നമ്മളെ കഴിവിൽ വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇത്തരം ഗോസിപ്പുകളെ മുഖവിലേക്ക് എടുക്കേണ്ട യാതൊരു കാര്യവുമില്ല. സോ താങ്ക് യു. സഞ്ജനയുടെ ഒരു താരമൂല്യത്തിൻ്റെ വേറൊരു വശം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം പൊതുവേ നമ്മൾ സിനിമയിൽ കണ്ടിട്ടുള്ള, ഇപ്പം ഞാൻ മേരിക്കുട്ടി സിനിമ, അതിൽ ജയസൂര്യ വരുന്നു, ഒരു ട്രാൻസ് കഥാപാത്രം അവതരിപ്പിക്കുന്നു. കാതൽ സിനിമ, മമ്മൂട്ടി ഒരു ഗേ കഥാപാത്രത്തിനെ അവതരിപ്പിക്കുന്നു. അപ്പോൾ ഈ സിനിമ ഉണ്ടാക്കുന്ന ചർച്ച പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, മമ്മൂട്ടിയുടെ അഭിനയ പാഠവും, മമ്മൂട്ടി ഇങ്ങനെ റോൾ എടുക്കാൻ ധൈര്യപ്പെടുന്നു, ജയസൂര്യയുടെ അഭിനയത്തിൻ്റെ സാധ്യതകൾ, ഈ രീതിയിൽ ആ ചർച്ച പോകുന്നത്. പക്ഷേ സഞ്ജന ആ റോളിലേക്ക് വരുന്ന സമയത്തേക്ക് സഞ്ജന ആരാണ്, സഞ്ജന എവിടെ നിന്ന് വരുന്നു, സഞ്ജന എങ്ങനെ എവിടെ എത്തി എന്നുള്ള രീതിയിലേക്ക് ചർച്ച മാറുന്നു. അതാണ് സഞ്ജനയുടെ ഒരു പദവീനെ നിർണ്ണയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം തോന്നുന്നു. അതിനോട് അനുബന്ധമായിട്ട് എനിക്ക് ശീതൾ ചേച്ചിനോട് ചോദിക്കാനുള്ളത്, ശീതൾ ചേച്ചി സിനിമയിൽ ഇടപെടുന്ന ഒരാളാണ്, നാടകത്തിൽ സജീവമായിട്ട് ഇടപെടുന്ന ആളാണ്, WCC ഒക്കെ ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് കൃത്യമായിട്ട് രാഷ്ട്രീയം സംസാരിക്കുന്ന ഒരാൾ കൂടിയാണ്. അപ്പം അതിൻ്റെ ഒരു അനുഭവത്തിനെ കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട് തോന്നുന്നു. സിനിമയിലൊക്കെ കൃത്യമായിട്ട് ജെൻഡർ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും അത് എത്രത്തോളം ഇൻക്ലൂസീവാണ്, അതിനകത്തുള്ള സ്ത്രീ ആരാണ്, അതെല്ലാ സ്ത്രീകളെ ഉൾക്കൊള്ളുന്നുണ്ടോ? ഒന്ന് നമ്മൾ ഈ കാലത്തിനോടുള്ള മാറ്റത്തോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിൽ കലാമേഖലകളിലുള്ള ഒരു മാറ്റം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനൊരു എക്സാമ്പിൾ എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ ഒരു 25 നമ്മൾ പോവുകയാണ്, 25 പോവുകയാണ്. പക്ഷെ ലോക സിനിമ വളരെയധികം മാറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ മലയാള സിനിമേനെ എടുക്കുമ്പോൾ നമുക്കത് വളരെ ക്ലിയറായിട്ട് മനസ്സിലാക്കാം. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, മാർക്കോ സിനിമ എന്ന് പറയുന്ന സിനിമ വയലൻസ് ഉള്ളൊരു സിനിമയാണ്. അപ്പോൾ എനിക്ക് പൊതുവേ അത്തരം സിനിമകളോട് ഇഷ്ടമുള്ള ഒരാളല്ല. ഞാൻ ബാംഗ്ലൂരായിരുന്ന സമയത്ത് സമയം എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ കുറച്ച് നേരം സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഷോപ്പിംഗ് കഴിഞ്ഞ് സന്ദീപ് തിയേറ്ററിൽ, ശിവാജി നഗർ സന്ദീപ് തിയേറ്ററിൻ്റെ അടുത്തപ്പോൾ റൈഫിൾ ക്ലബിൻ്റെ പോസ്റ്റർ കണ്ടു. അപ്പം അതിൽ എന്താ പറയുക, ഒത്തിരി താരങ്ങളുള്ള സിനിമ, ഭയങ്കര റിവ്യൂ ഒക്കെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. അപ്പം ഞാൻ ആ സിനിമയ്ക്ക് കയറി. പെട്ടെന്ന് അവിടെ പറയുന്ന അവിടെ ആ സിനിമയില്ല, മാർക്കോ സിനിമയാണെന്ന്. അപ്പം ഞാൻ ചുമ്മാ സമയം പോണ്ടേ ടിക്കറ്റ് എടുത്തു. അപ്പം
സിനിമ തുടങ്ങി അവസാനം വരെ റെഡ് കളറാണ്. പിന്നെ ഒത്തിരി സംഭവങ്ങൾ, ഈ എക്യുപ്മെൻറ്റ്സ്, കുറേ ചുരുട്ട് സംഭവങ്ങൾ. അപ്പം ഒരു ഫിലിം രംഗത്ത് പ്രവർത്തിക്കുന്ന എനിക്ക് മനസ്സിലാവും അത് ആർട്ടിഫിഷ്യൽ തോക്കാണ്, ആ രക്തങ്ങളെല്ലാം ആർട്ടിഫിഷ്യലാണ്, ലാസ്റ്റ് അവസാനം വില്ലൻ്റെ എടുക്കുന്ന ഹൃദയം പോലും ആർട്ടിഫിഷ്യലാണ് എന്നുള്ളത് എനിക്കറിയാം. പക്ഷെ അത് കണ്ടിട്ട് അവിടെ 4-5 പേരാണ് ഇരിക്കുന്നത്. അവരൊക്കെ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് പറയുന്നുണ്ട്, കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം അവിടെ നിന്ന് സിനിമ ഒരു കലാമൂല്യമുള്ള സിനിമയാണോ, ഒരു കമേഴ്ഷ്യൽ വാല്യൂ ഉള്ള സിനിമയാണോ, അതിനെങ്ങനെയാണ് നമ്മുടെ സോഷ്യൽ മീഡിയയും സിനിമാ ലോകവും പൊക്കി വരുത്തുന്നത്, അതിനെങ്ങനെയാണ് പ്രോഗ്രസീവ് ആക്കി കാണുന്നത് എന്നുള്ളത്. അപ്പോൾ എനിക്കത് വളരെയധികം ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. അതായത് ഇവിടെ 2 തരം സിനിമ എടുക്കുന്ന ആളുകളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന് വളരെ പൊളിറ്റിക്സ് പറയുന്ന, വളരെ എന്താ പറയുക, പൊളിറ്റിക്കലി കറക്റ്റായി സംസാരിക്കുന്ന സിനിമകൾ എടുക്കണം എന്ന് വിചാരിക്കുന്ന, കുറച്ചും കൂടിയും നാച്ചുറലായിട്ട് ലോക സിനിമയുടെ പശ്ചാത്തലത്തിൽ വരേണ്ട സിനിമകൾ എടുക്കുന്ന ആളുകളുണ്ട്. അതേസമയം ജാതി, വർഗം, വീട്, ഇപ്പം ഈ മാർക്കോ സിനിമയിലുണ്ട് അടാട്ട് വീടിൻ്റെ ചരിത്രം നിങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അടാട്ടിന് വീടിൻ്റെ ചരിത്രം ഇല്ല, ലാസ്റ്റ് എല്ലാവരും അവിടെ കൊന്നു കളയാണ്. അപ്പോൾ എനിക്ക് സിനിമ അങ്ങനെ റിലേ പോകുന്ന സിനിമ, പക്ഷെ ആ സിനിമയ്ക്ക് 100 കോടി ക്ലബിൽ നേടാൻ അവസരം കിട്ടുകയാണ്. അപ്പോൾ അത് ആരാണ് കൊടുക്കുന്നത്? കാരണം സിനിമ കാണുന്നത് യങ്ങസ്റ്റ് ആയിട്ടുള്ള ആളുകളാണ്. അതിനെ ആരെയാണ് സ്വാധീനിക്കുന്നത് സിനിമ? അപ്പോൾ എനിക്കത് വലിയ പ്രശ്നമുണ്ടെന്നുള്ളതാണ്. അതിലുപരി അതേസമയം ക്യൂർ ആളുകളെ, മാർജിനലൈസ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റികളെ എങ്ങനെയാണ് ഉപയോഗിക്കുക? ഇപ്പോൾ ഹാൻഡിക്യാപ്ഡ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചു സഞ്ജന, ശരിക്കും അത് ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കാണ്. അപ്പം അത് ഒരു പൊതുവേദിയിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ അത് ആ സമൂഹത്തെ എങ്ങനെയാണ് ആ ഉപയോഗിക്കേണ്ട വാക്ക് എന്താണ്? അതുകൊണ്ടാണ് നമ്മുടെ മല്ലിക വാക്കുണ്ടാക്കുന്നത് ഡിസിബിളേബിൾ ആയിട്ടുള്ള പേഴ്സൺസ് എന്നുള്ളത്. അപ്പോൾ ട്രാൻസ്ജെൻഡറിന് 3-4 ലിംഗം ഭിന്നലിംഗം എന്നുള്ളത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് ഗവൺമെൻറ് തന്നെയാണ് ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മളങ്ങനെ ഇറക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരങ്ങനെ വിളിക്കരുത് എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അത് സിനിമകളിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത്. അതുപോലെ സിനിമാ മേഖലയിലുള്ള ആർട്ടിസ്റ്റുകൾ, ഇപ്പോൾ പേരൻപ് എന്ന് പറയുന്ന സിനിമയിൽ അഞ്ജലി അമീർ എന്ന് പറയുന്ന ട്രാൻസ്മെനെ കാസ്റ്റ് ചെയ്തത് മമ്മൂട്ടി എന്ന നടനാണ്. മനസ്സിലായോ? അല്ലാതെ കാസ്റ്റിംഗ് ഡയറക്ടറോ ആ സിനിമയുടെ ഡയറക്ടറോ അല്ല, മമ്മൂട്ടി എന്ന നടനാണ് ആ സിനിമയിൽ ഇത് ചെയ്തത്. പിന്നെ മോഹൻലാൽ എന്ന് പറയുന്ന നടൻ്റെ കൂടെ സഞ്ജന എന്ന് പറയുന്നൊരു നടി, ഒരു ട്രാൻസ് ആയിട്ടുള്ള ആൾ ഒരു മുഴുനീള കഥാപാത്രത്തെ അഭിനയിക്കുക എന്ന് പറയുന്നത് അത് മറ്റൊരു രീതിയിലാണ്. അത് മറ്റുള്ള ഭാഷകളിൽ അങ്ങനെ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഇന്ത്യൻ സിനിമ എടുക്കുകയാണെങ്കിൽ ഋതുപർണ ഘോഷ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംവിധായികയെ നമുക്കറിയാം. പക്ഷേ അവരെ ഇന്ത്യൻ സമൂഹം എങ്ങനെയാണ് കണ്ടിട്ടുള്ളതെന്ന് നമുക്കൊന്ന് നോക്കേണ്ടതുണ്ട്. അവർ ഐശ്വര്യ റായിനെ വെച്ച് പോലും സിനിമ ചെയ്തിട്ടുള്ള ഒരാളാണ്, നാഷണൽ അവാർഡ് വിന്നറാണ്. പക്ഷേ അവസാന സമയത്താണ് അയാളുടെ ഐഡൻറ്റിറ്റിയെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അവസാനം അയാളുടെ സിനിമ, അയാളുടെ സ്വത്വബോധമുള്ള സിനിമയെ അയാൾ എടുക്കുകയാണ്. മനസ്സിലായോ? അപ്പം അങ്ങനെ സിനിമ എന്ന് പറയുന്നത് വലിയ തോതിൽ ചേഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. ക്യൂർ റെപ്രസെൻറ്റേഷൻ ഇങ്ങനെ ചെയ്യണമെന്നുള്ളത്. ഇപ്പം പല ആളുകളും ക്യൂർ റെപ്രസെൻറ്റേഷൻ്റെ സിനിമ എടുക്കുമ്പോൾ എന്നെ വിളിക്കും, ശീതൾ ഒന്ന് സ്ക്രിപ്റ്റ് ഇരിക്കാമോ എന്നുള്ളത്. അതൊരു ചേഞ്ചായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരു 4-5ഓളം സിനിമാ സംവിധായകർ എൻ്റെ അടുത്ത് സ്ക്രിപ്റ്റ് സംസാരിക്കാൻ വന്നിട്ടുണ്ട്. തിയേറ്റർ ചെയ്യുന്ന ആളുകൾ സ്ക്രിപ്റ്റ് സംസാരിക്കുന്നു. എനിക്ക് തോന്നുന്നു മല്ലികയുടെ അടുത്ത് സിദ്ധാർത്ഥ് ശിവയുടെ സ്ക്രിപ്റ്റ് സംസാരിച്ചില്ല, ഇൻട്രൊഡ്യൂസ് ചെയ്ത് പാട്ട് എഴുതിയത് മല്ലികയാണ് ആ സിനിമയിൽ. അപ്പം അങ്ങനെ സിനിമയുടെ ഭാഗമാവാൻ നമ്മളെ ക്ഷണിക്കുന്നുണ്ടെന്നുള്ളതാണ്, അഭിനയിക്കാൻ അവസരം കൊടുക്കുന്നുണ്ട്. ഇപ്പം ജിയോ ബേബി ഉണ്ട്, പ്രതാപേട്ടുണ്ട് ഇവിടെ. അപ്പം ഞാൻ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒത്തിരി ആളുകളായിട്ട് പരിചയമുണ്ട്. പക്ഷെ എനിക്ക് അഭിനയിക്കാനല്ല ഇഷ്ടം, ടെക്നീഷ്യൻ. അപ്പം 7 സിനിമയിൽ ഞാൻ അഭിനയിക്കുക ചെയ്തത്. പക്ഷേ എനിക്കിഷ്ടം അതിൻ്റെ ബാക്ക് പഠിക്കാനാണ്, കുറച്ചും കൂടി അതിന് ടെക്നിക്കൽ വശങ്ങൾ പഠിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. പക്ഷേ സിനിമ കുറച്ചും കൂടി
ഇനി ഞാൻ ഇപ്പോഴും ആ കോൺഫ്ലിക്റ്റ് ഞാൻ പറയുന്നുണ്ട്. എവിടെയാണ് സിനിമ എത്തി നിൽക്കുന്നത്, എവിടെയാണ് സിനിമ മാറേണ്ടി ഇരിക്കുന്നത് എന്നുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. തിയേറ്ററും അതുപോലെ തന്നെയാണ്. കാരണം തിയേറ്റർ വളരെ പെട്ടെന്ന് എഫക്റ്റീവ് ആവുന്ന ഒരു ടൂളാണ് സിനിമയേക്കാൾ. ഇപ്പോൾ നമ്മളൊരു സ്റ്റേജിൽ പെർഫോമൻസ് ചെയ്യുന്ന ഒരു പെർഫോമറായിട്ടുള്ള എനിക്ക് പെട്ടെന്ന് എഫക്റ്റീവ് ആവുന്ന ഒരു മെത്തേഡാണ് അത്. ആക്ടിവിസം പറയാനും മാർജിനലൈസ് ആയിട്ടുള്ള സ്റ്റോറി പറയാനും ഏത് കാര്യം പറയാനും വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു മാധ്യമമാണ് കല എന്ന നിലയിൽ തിയേറ്റർ. അപ്പം എനിക്ക് തോന്നുന്നു തിയേറ്റർ അത്രത്തോളം എക്സ്പീരിയൻസ് ചെയ്തതുകൊണ്ട് എനിക്കത് പറയാൻ പറ്റിയിട്ടുണ്ട്. അതിലൊരു സോഷ്യൽ ചേഞ്ചസ് വന്നിട്ടുണ്ട്. കേരളത്തിലെ ആദ്യത്തെ തിയേറ്റർ ഗ്രൂപ്പിൻ ഫൗണ്ടർ മെമ്പറാണ്. നമ്മളൊരു 43 സ്റ്റേജോളം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ സഞ്ചരിക്കുകയും ചെയ്തു. കേരളത്തിലും നമുക്ക് ഒത്തിരി വേദികൾ ലഭിച്ചു. നമ്മുടെ നാടകം വളരെ പ്രോഗ്രസീവായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2ാമത്തെ പ്രോജക്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആളുകൾ കാണുകയും ആളുകൾ മനസ്സിലാക്കുകയും ആളുകൾ അതിൻ്റെ അന്തരീക്ഷം പഠിക്കുകയൊക്കെ ചെയ്യുന്നത് തന്നെ ഒരു പോസിറ്റീവായിട്ട് ഞാൻ കാണുന്നുണ്ട്. അടുത്ത ചോദ്യം മല്ലികേനോടാണ്. നമുക്കറിയാം ഇപ്പോൾ സാഹിത്യത്തിൻ്റെ സ്പേസിൽ നമുക്ക് അവസരങ്ങൾ കിട്ടുന്നുണ്ട്, ദൃശ്യത കിട്ടുന്നുണ്ട്. ഇപ്പോൾ മല്ലിക ജനറൽ കൗൺസിൽ മെമ്പർ ആവുന്നു, സാഹിത്യ അക്കാദമിയുടെ വേദികൾ കിട്ടുന്നു, സാഹിത്യ സദസ്സുകൾ നമുക്ക് ഇടങ്ങൾ കിട്ടുന്നു. അതൊന്നും എളുപ്പമുള്ള കാര്യമല്ല. എളുപ്പത്തിൽ നമുക്ക് പറയാൻ പറ്റുന്നെങ്കിലും ഇതിൻ്റെ പിന്നിൽ നമ്മൾ നടന്ന വലിയ ദൂരമുണ്ട്. അപ്പം ഈ ദൃശ്യത, ഇപ്പം കിട്ടുന്ന സ്വീകാര്യത, അത് സാമൂഹിക മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് മനസ്സിലാക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അതിനെ സംശയത്തോടെയാണോ മനസ്സിലാക്കുന്നത്? അതിനെങ്ങനെയാണ് തിരിച്ചറിയുന്നത്, മനസ്സിലാക്കുന്നത്, നോക്കുന്നത്? ഞാൻ മനസ്സിലാക്കുന്ന 2016 മുതലേ എനിക്ക് വേദികൾ കിട്ടുന്നുണ്ട്. മരണാനന്തരം എന്ന കവിത വന്ന ശേഷം ആണ് സത്യത്തിൽ ആളുകൾ അതിൻ്റെ ആ ഒരു ട്രാൻസ്ജെൻഡർ എഴുത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു ക്വയർ എഴുത്തിൻ്റെ സാധ്യത എന്താണെന്ന് മനസ്സിലാക്കുന്നത്. പിന്നെ ദൃശ്യതയുടെ കാര്യങ്ങളൊക്കെ ആദ്യം നന്നായിട്ട് അറിയാമല്ലോ, എവിടെയാണ് വിളിക്കുന്നതെന്നും എന്തിനാണ് വിളിക്കുന്നതെന്ന് നന്നായിട്ട് അറിയാം. അപ്പോൾ ഞാനതിനെ എല്ലാം പോസിറ്റീവായിട്ടാണ് കാണാറ്. കാരണം പലപ്പോഴും വേദിയിലേക്ക് വിളിക്കും, വേദിയിലേക്ക് ക്ഷണിക്കും. നമ്മൾ രാവിലെ ടാക്സിയൊക്കെ എടുത്ത് അവിടെ ചെല്ലുമ്പോഴായിരിക്കും പറയുക സോറി ഇന്നത്തെ പരിപാടി മാറ്റിയെന്ന്. ചിലപ്പോൾ വേദിയിലെത്തില്ല, അതിനു മുമ്പ് നമ്മളോട് അറിയിക്കും. നമ്മൾ അതേ ടാക്സിയിൽ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ കാണാം അതേ പരിപാടി വേറൊരാളെ വെച്ചിട്ട് അവർ പ്രോഗ്രാം നടത്തിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതിലൊന്നും ഞാൻ അങ്ങനെ തളരാറില്ല. എനിക്കതിലൊന്നും യാതൊരു സങ്കടവും തോന്നാറില്ല. കാരണം എൻ്റെ പണി എന്ന് പറയുന്നത് എഴുതുക എന്നുള്ളതാണ്. അത് എഴുതുക. ഒരു പക്ഷേ ഇപ്പോൾ ഈ ഇടയ്ക്ക് അമ്മയ്ക്കൊരു താരാട്ട് എന്ന് പറഞ്ഞൊരു കവിത അതെന്നെ ഒരു പ്രോഗ്രാമിൽ ക്ഷണിച്ചിട്ട് അവർ ആ പ്രോഗ്രാം പറഞ്ഞ ദിവസം മാറ്റി. അപ്പോൾ ഞാനിരുന്നൊരു കവിത എഴുതി, അത് ഒരു മ്യൂസീഷ്യനെ കൊണ്ട് അത് മ്യൂസിക് ചെയ്യിപ്പിച്ചു. ശ്രീജ ആറങ്ങോട്ടുകര അതൊരു ഡാൻസ് പെർഫോമൻസ് ചെയ്തു. അത് ഇൻ്റർസെക്സ് ആയിട്ടുള്ളൊരു കുട്ടീനെ അമ്മ വലിച്ചെറിഞ്ഞു, എന്തോ കാരണങ്ങൾ കൊണ്ട് വലിച്ചെറിഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം ആ കുട്ടി തൻ്റെ അമ്മയെ അന്വേഷിച്ച് വന്ന് അമ്മയ്ക്ക് പാടുന്ന ഒരു താരാട്ടാണ്. അതൊരു 10-25 വരികളൊക്കെയുള്ളൊരു താരാട്ടം. അതിൻ്റെ ട്രാൻസ്ലേഷൻ ഇപ്പോൾ നടക്കുന്നു, തമിഴിലും തെലുങ്കിലും അതിൻ്റെ ട്രാൻസ്ലേഷൻ നടക്കുന്നു. വേദികളെ സംബന്ധിച്ച് പൊതുവേ എല്ലാവരും പറയുന്നത് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നു, ഞങ്ങൾ മനുഷ്യരെ എഴുതിക്കൊണ്ടിരിക്കുന്നത്, ഞങ്ങൾ ക്വയർ മനുഷ്യരെ എഴുതിക്കൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന മുഖ്യധാരയും ഞങ്ങൾ എക്സിസ്റ്റ് ചെയ്യുന്ന സ്ഥലം തമ്മിലുള്ള സ്പേസ് കുറയ്ക്കുക, അല്ലെങ്കിൽ പേസ് കുറയ്ക്കുക എന്ന് തന്നെയാണ്. പിന്നെ ആരെ വിളിക്കണം, എന്തിനു വിളിക്കണം എന്നതൊക്കെ വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. എന്ത് രാഷ്ട്രീയമേ പറയാൻ പാടുള്ളൂ, ആർക്ക് വേണ്ടി സംസാരിക്കണം, എന്ത് സംസാരിക്കാൻ പാടില്ല, ഈവൻ അത് ക്വയറായിട്ടുള്ള മേഖലയിൽ പോലും കടന്നു വരുന്നു എന്നത് തീർച്ചയായിട്ടും ക്വയർ കമ്മ്യൂണിറ്റിക്ക് അത്ര ശ്ലാഘനീയമായിട്ടുള്ളൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഒരു കാര്യം പറയാം, ഇപ്പോൾ കുറേയൊക്കെ വ്യത്യാസങ്ങൾ വന്നു എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂരത എന്നുകൂടി ഞാൻ പറയും. നിങ്ങൾക്കിപ്പോൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ കിട്ടുന്നില്ലേ, നിങ്ങളെപ്പോൾ ഇവിടെ പിടിച്ചിരുത്തുന്നില്ലേ? ഈ പറച്ചിൽ എന്ന് മലയാളി അവസാനിപ്പിക്കുന്നോ അന്ന് പ്രളയം അവസാനിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താങ്ക് യു. അടുത്ത സമയം വൈകി ഓടുന്നു. അപ്പം പ്രകൃതിയിലേക്കാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ചോദ്യത്തിൻ്റെ ഒരു തുടർച്ച തന്നെയാണ്. അപ്പം പ്രകൃതി ഈ ജെൻഡറിനെ കുറിച്ച്, ജെൻഡർ വൈവിധ്യത്തിൻ്റെ രാഷ്ട്രീയത്തിനെ കുറിച്ച് മാത്രമല്ല സംസാരിക്കുന്നത്. പ്രകൃതിയുടെ ഫീഡ് നോക്കുന്ന സമയത്ത് ഈ ഗ്രാൻഡ് സമരം പ്രധാനപ്പെട്ടൊരു സമരമാണ്. ആദിശക്തി പോലെയുള്ള കൃത്യമായിട്ട് രാഷ്ട്രീയം സംസാരിക്കുന്ന സംഘടനകളുടെ ഭാഗമായിട്ട് പ്രകൃതി നിൽക്കുന്നുണ്ട്. അപ്പം ഈ സ്പേസുകൾ തമ്മിലുള്ള നാവിഗേഷൻ എങ്ങനെയാണ്? നമുക്കറിയാം ക്യൂർ സ്പേസിൽ നമുക്ക് ജാതി പറയുമ്പോൾ സ്വീകാര്യത കുറയും. കാസ്റ്റിനെ കുറിച്ച് സംസാരിക്കുന്ന, കാസ്റ്റിനെതിരെ സംസാരിക്കുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ക്യൂർ വിഷയങ്ങൾ സംസാരിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയുണ്ടോ? എങ്ങനെയാണ് ആ സ്പേസുകൾ തമ്മിൽ? മെയിനായിട്ടും ഒരു ട്രൈബൽ എന്നതിൻ്റെ പേരിൽ തന്നെ നമ്മൾ ഒരുപാട് വിവേചനങ്ങൾ അനുഭവിച്ച് വരുന്നുണ്ട്.
അപ്പോൾ വിദ്യാഭ്യാസം നേടേണ്ട ഒരു കുട്ടി അതിലേക്ക് എത്തിപ്പെടാതെ പോകുമ്പോൾ ആ കുട്ടിക്ക് ഉണ്ടാവുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട്. കൃത്യമായിട്ട് എഴുതാൻ അറിയില്ല, വായിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒന്നുമല്ലാതെ ആയി തീരണതും ഈ വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് കൊണ്ട് തന്നെയാണ്. അങ്ങനെ വിചാരിച്ച് ആദിവാസികൾ അറിവില്ലാത്തവരല്ല. പുസ്തകങ്ങളിൽ അറിവില്ലായ്മ കുറവാണെങ്കിലും അതിനുപരി പുറമേയുള്ള അറിവുകൾ കൂടുതൽ ഉള്ളവരാണ് ആദിവാസി സമുദായത്തിലെ ആൾക്കാർ. ഈ ഗ്രാൻസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ, എനിക്ക് ഡിഗ്രി ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഗ്രാൻഡിന് അപ്ലൈ ചെയ്തു. പക്ഷേ ഗ്രാൻഡ് കിട്ടണത് 1 വർഷം കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടണത്. അത് കൃത്യം ടൈമിന് നമുക്ക് കിട്ടാത്തത് കൊണ്ട് തന്നെ കുറേ പിള്ളേർ ഡ്രോപ്പ് ഔട്ട് ആയി പോകേണ്ട സാഹചര്യം വന്നിട്ടുണ്ട്. ചിലർ ഓട്ടോണമസ് കോളേജിലൊക്കെ ആയിരിക്കും പഠിക്കണത്. ഗവൺമെൻറ് സ്കൂളിൽ തന്നെ എല്ലാവർക്കും കിട്ടണം, കോളേജുകളിൽ തന്നെ എല്ലാവർക്കും കിട്ടണമെന്നില്ല. പ്രൈവറ്റായിട്ട് പഠിക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ കിട്ടേണ്ട ഈ ഗ്രാൻസും കാര്യങ്ങളെല്ലാം കൃത്യം ടൈമിന് നമുക്ക് കിട്ടാതെ ആവുമ്പോൾ കുറേ പിള്ളേർ ഡ്രോപ്പ് ഔട്ട് ആവുന്നുണ്ട്. കൂടാതെ തന്നെ വിദ്യാഭ്യാസ രംഗത്തേക്ക് ഇന്നത്തെ ജനറേഷൻ ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ വിദ്യാഭ്യാസ രംഗത്തേക്ക് വരുന്നുണ്ട്. അവർക്ക് വിദ്യാഭ്യാസം പൂർത്തീകരിച്ചിട്ട് പോലും പണ്ടൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾ ആദിവാസികളല്ലേ, നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞാൽ ജോലി കിട്ടും, ഡിഗ്രി കഴിഞ്ഞാൽ ജോലി കിട്ടും, +2 കഴിഞ്ഞാൽ ജോലി കിട്ടും. ഇപ്പോൾ +2 കഴിഞ്ഞും 10ഉം കഴിഞ്ഞ് പിന്നെ PhD എല്ലാം എടുത്ത് B.Ed M.Ed ഇതെല്ലാം എടുത്ത് കംപ്ലീറ്റ് ചെയ്ത് ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ടും ഒരു ജോലിയും ഇല്ല, ഒരു തേങ്ങയും ഇല്ല. സത്യം. നമ്മളിത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പച്ചയ്ക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് അധിക പ്രസംഗം കൂടുതലാണെന്ന് പറയും. നമ്മുടെ ലൈഫ് കൊണ്ട് പഠിച്ചതാണോ പല കാര്യങ്ങളും? ചില കാര്യങ്ങൾ നമ്മൾ അധികാരികളുടെ കണ്ണ് തുറക്കണമെങ്കിൽ നമ്മൾ പച്ചയ്ക്ക് തന്നെ പറയണം. അതുകൊണ്ടാണ് മാവോയിസ്റ്റ് എന്നുള്ള പേര് വരെ എനിക്ക് കിട്ടിയത്. ഞാൻ DLED കോഴ്സ് കംപ്ലീറ്റ് ചെയ്തൊരു ആളാണ്. മെയിനായിട്ടും ട്രൈബൽ വിഭാഗത്തിൽ തന്നെ മെൻറ്റർ ടീച്ചർ പോസ്റ്റിംഗ് എന്ന് പറയുന്നൊരു പോസ്റ്റിംഗ് ഉണ്ട്. ആ പോസ്റ്റിങ്ങിലേക്ക് അടിയ, പണിയ, കാട്ടുനായക്ക, ഊരാളി വിഭാഗത്തെ മെയിനായിട്ടും പരിഗണിച്ചതിന് ശേഷം മാത്രം ട്രൈബൽ വിഭാഗങ്ങളിലെ മറ്റ് ആൾക്കാരെ പരിഗണിക്കുക എന്നാണ് സർക്കുലറിൽ പറയണത്. പക്ഷേ ഇവിടെ നടക്കുന്നത് ആദിവാസികളിൽ തന്നെ വിവേചനം ഉണ്ട്. അത് പച്ചയ്ക്ക് പറയാൻ എനിക്ക് അറിയാത്തത് കൊണ്ടൊന്നല്ല, അത് പറയേണ്ട ആൾക്കാരുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദിവാസികൾക്ക് ഇടയിൽ തന്നെ കുറച്ച് സാമ്പത്തികപരമായി മുന്നിൽ നിൽക്കുന്ന ആൾക്കാരെ മാത്രം ജോബിനും എല്ലാ ഫീൽഡിലേക്കും സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവരണത്. നമ്മളെപ്പോലെയുള്ള ആൾക്കാർ എത്രത്തോളം നീ ആക്ടിവിസം നീ സംസാരിക്കുന്ന ആളാണ്, നിനക്ക് ഒരുപാട് ആൾക്കാർ സെലിബ്രിറ്റീസിനെ അറിയാം, നമ്മുടെ വീട്ടിൽ കഷ്ടപ്പാട് തന്നെയാണ്. എത്ര ആൾക്കാരെ അറിഞ്ഞാലും പറഞ്ഞാലും നമ്മുടെ വീട്ടിൽ ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത്. ഇതിന് മാറ്റം വരണമെങ്കിൽ ഇവിടുത്തെ സിസ്റ്റം മാറണം. ഗവൺമെൻറ് നല്ല രീതിയിൽ കണ്ണ് തുറന്ന് വെച്ച് തന്നെ ട്രൈബൽസിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക. അതുകൂടാതെ നമ്മളാൽ കഴിയുന്ന സഹായം ട്രൈബൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. നമ്മുടെ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ തന്നെ പഠിത്തം നിർത്തിപ്പോയ ആൾക്കാരുണ്ട് ട്രൈബൽ വിഭാഗത്തിൽ. അപ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു നാട്ടിൽ, എൻ്റെ നാടിനെ കുറ്റം പറയണതല്ല, ഈ ഒരു നാട്ടിൽ ജെൻഡർ എന്ന് പറയുന്ന വിഷയം നമ്മൾ ഒച്ചയിൽ തന്നെ സംസാരിക്കേണ്ടതുണ്ട്. ഞാൻ മാത്രം സംസാരിച്ചത് കൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോണില്ല. എല്ലാവർക്കും മറ്റുള്ള നമ്മളെപ്പോലുള്ള ആൾക്കാരുടെ തുടയുടെ ഇടയിലേക്ക് നോക്കാനാണ് എല്ലാവർക്കും ഉത്സാഹം. സ്വന്തം ശരീരം ആസ്വദിക്കാനോ അല്ലെങ്കിൽ സ്വന്തം ശരീരം മനസ്സിലാക്കാനോ എൻജോയ് ചെയ്യാനോ ആരെക്കൊണ്ടും പറ്റില്ല. ഇതെന്താണെന്ന് ചോദിക്കാനും കാണാനും മാത്രമേ അറിയുള്ളൂ. പക്ഷേ ഇതുപോലെയുള്ള വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ഒരാളുടെ നാക്കും പൊന്തില്ല. അത് വേണം നമ്മൾ ആദ്യം ചെയ്യാൻ. താങ്ക് യു. സമയത്തിൻ്റെ വലിയ പരിമിതിയുണ്ട്. അപ്പം ചോദ്യങ്ങൾക്കുള്ള സമയമാണ്. അപ്പം എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നിങ്ങളെല്ലാവരെയും കാണാൻ പറ്റിയതിലുള്ളൊരു വലിയൊരു സന്തോഷം ആദ്യം അറിയിക്കുകയാണ്.
ശീതളിനെ കഴിഞ്ഞ പ്രോഗ്രാമിലും കണ്ട് കൂടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു. ആ സമയത്ത് ഭയങ്കര ഒരു ആകാംക്ഷയായിരുന്നു ഇങ്ങനെയുള്ള ഒരാളെ കാണുക എന്നുള്ളത്. പക്ഷെ നിങ്ങൾ മനുഷ്യരായിട്ട് കാണുക എന്ന് പറഞ്ഞാൽ ഞാൻ കവിത വായനയിലൂടെ വ്യത്യസ്തമായിട്ടുള്ള കവിത വായിച്ച് അങ്ങനെ നിങ്ങളുടെ കവിതകളിലൂടെയാണ് എനിക്ക് കൂടുതൽ ഒരു 3ഓളം ഗ്രൂപ്പുകളിലൊരു ആദീൻ്റെ ഒരു കവിത ഫോർവേഡ് ചെയ്ത് വന്ന് ഞാൻ ഭയങ്കര നമുക്ക് മെൻ്റലി ഭയങ്കര ഒരു നമ്മളെ ഒരു ടെൻഷനിലാക്കിയ ഒരു കവിത. ആ പിന്നെ ആദീൻ്റെ ആ സ്വത്വത്തിൽ ആദി അനുഭവിച്ചൊരു പ്രഷറും അതൊക്കെ എനിക്കേ അനുഭവിച്ച് ഞാൻ എങ്ങനെയാണ് ആദീൻ്റെ നമ്പർ കണ്ടെത്തി ആദീനെ വിളിച്ച് അത് ആദ്യം ഓർക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, ആദ്യം മറന്നിട്ടുണ്ടാവും. പിന്നെ ശീതളിനെ ആണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം കണ്ട് ഇപ്രാവശ്യം കണ്ടതിൽ സന്തോഷം. വിജയരാജമല്ലികയാണെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ മെസ്സേജൊക്കെ കാണുമ്പോൾ ഈ മെസ്സേജുകൾ കാണുമ്പോഴും അല്ലെങ്കിൽ സ്റ്റാറ്റസ് കാണുമ്പോഴും അതിന് റിപ്ലൈ ഒക്കെ കൊടുക്കുമെങ്കിലും ഇങ്ങനെ എൻ്റെ ഈ ഒരു നമ്മളെ മഴക്കാലം ഇവിടെ വയനാട്ടിൽ വലിയൊരു പിന്നെ പ്രശ്നമൊക്കെ ആയ ആ സമയത്താണ് വിജയരാജമല്ലിക കറക്റ്റ് എന്നെ വിളിച്ച് ചോദിച്ചു, പ്രജിഷ നിങ്ങൾ സേഫാണല്ലോ, നമ്മളൊരു കാര്യങ്ങൾ അപ്പം നമ്മൾ ഈ മനുഷ്യർ എന്ത് ജെൻഡർ അത്രയും ഒരു ആത്മാർത്ഥതയോടെ എന്നെ എവിടെയോ നമ്മൾ പരസ്പരം കണ്ടിട്ടേ ഇല്ല, ഞാൻ വയനാടാണ് എന്ന് പറഞ്ഞ് നമ്മളുടെ ഒരു സേഫ്റ്റി വിളിച്ച് അന്വേഷിക്കുക, അതിലെന്ത് മനുഷ്യത്വത്തോളം വലുത് എന്ത്, അതിലപ്പുറം എന്തെന്ന് തോന്നിപ്പിച്ചിട്ടുള്ള ഒരാളാണ് വിജയരാജമല്ലിക. പിന്നെ പ്രകൃതിനെയാണെങ്കിലും പ്രകൃതിനെ ഞാൻ ഇഷ്ടത്തോടെ വായിക്കുന്ന ഒരാളാണ്. പറ്റുമ്പോഴൊക്കെ ഞങ്ങൾ മെസ്സേജ് അയക്കാറുണ്ട്, വിളികൾ കുറവാണ്. എൻ്റെ പുസ്തക പ്രകാശനത്തിന് ഞാൻ അതിഥിയായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു, പ്രകൃതി വന്നില്ല, പറ്റിച്ചു. പിന്നെ ഞാൻ എൻ്റെ സന്തോഷം നിങ്ങളെ എല്ലാവരെയും കാണാൻ പറ്റിയിട്ടുള്ള സന്തോഷവും സ്നേഹവും ഒക്കെ ഞാനിപ്പോൾ അറിയിക്കുകയാണ്. ചോദ്യം എല്ലാവരും ഇങ്ങനെ കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഇപ്പം പല പരസ്യങ്ങളിലായി അഡ്വർടൈസ്മെൻറ്റ്സിലായിട്ട് മെയിനായിട്ട് ഈ പ്രൈഡ് മന്തിൻ്റെ സമയത്തൊക്കെ ക്യൂർ വ്യക്തികളെ അടയാളപ്പെടുത്തുന്ന പരസ്യങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട്. ഒരു വശത്ത് നോക്കുമ്പം ഇതുവരെ ഉണ്ടായിരുന്നില്ലാത്തൊരു സ്പേസിൽ അവരെ അടയാളപ്പെടുത്തുന്നു എന്നുള്ളൊരു കാര്യം ഉണ്ടെങ്കിലും അതേസമയം അതിനങ്ങനെ നിഷ്കളങ്കമായി നോക്കിക്കാണാൻ കഴിയുമോ അത് മുതലാളിത്തം ഒരു പ്രോഗ്രസീവായിട്ടുള്ള ഐഡിയനെ ഉപയോഗിച്ച് മാർക്കറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണോ എന്നുള്ളൊരു സംശയം ഉയരുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിനെപ്പറ്റി എന്താ പറയാനുള്ളതെന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. ഈ പരസ്യം എന്ന് പറയുന്നത് വിൽപ്പനയാണല്ലോ, അപ്പോൾ അതൊരു മാർക്കറ്റിംഗ് ആണ്. അതിന് മെത്തേഡ് യൂസ് ചെയ്യുന്നത് അത് ഓർഗനൈസ് ചെയ്യുന്ന, അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന, അത് ഡയറക്റ്റ് ചെയ്യുന്ന ആളുകളാണ്. നമുക്കൊന്നും പറയാൻ പറ്റില്ല. അത്തരത്തിലുള്ള പരസ്യങ്ങൾ വരുന്നത് പലപ്പോഴും ഇപ്പോൾ വിക്സിൻ്റെ പരസ്യം വന്നിട്ടുണ്ട്. വിക്സിൻ്റെ പരസ്യം ചെയ്തിരിക്കുന്നത് ഒരു ട്രാൻസ് വുമണാണ്, ഗൗരി സാവന്ത് എന്നാണ് അവരുടെ പേര്. ഒത്തിരി അവാർഡ് കിട്ടിയിട്ടുള്ള പരസ്യമാണ്. അവർ HIV ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സെക്സ് വർക്കേഴ്സിൻ്റെ കുട്ടികളെ നോക്കുന്ന ഒരു ട്രാൻസ് വുമണാണ്. അവർ എന്നാണ് അറിയപ്പെടുന്നത്, ബോംബെയിലാണ്. പക്ഷെ അവർ വലിയൊരു ആക്ടിവിസ്റ്റാണ്. അവരുടെ ജീവിതത്തിൻ്റെ കഥയാണ് താളി എന്ന് പറയുന്ന സിനിമ സുസ്മിതാസൻ ചെയ്തത്. ഓക്കെ, അവരൊരു ട്രാൻസ് വുമണാണ്, പക്ഷെ അവരുടെ സ്റ്റോറി ചെയ്യാനായിട്ട് ഒരു ലോകസുന്ദരി വേണ്ടി വന്നു എന്നുള്ളതാണ് വെബ് സീരീസ്. അപ്പോൾ ആ സിനിമ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്തു, ആ പരസ്യം ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്തു. പക്ഷെ അതേസമയം ഇതിൻ്റെ ആപ്റ്റായിട്ട് വേറെ TMTയുടെ പരസ്യം വന്നിട്ടുണ്ട്, ഒത്തിരി പരസ്യങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ അതേസമയം ഫഹദ് ഫാസിൽ മുക്കുത്തി ഇട്ടപ്പോൾ നമുക്ക് അത് ഭയങ്കര ക്യൂർ സപ്പോർട്ടീവായിട്ടുള്ള പരസ്യമായി എന്നുള്ളതാണ്. യെസ് യെസ് അതിപ്പോൾ ആസിഫ് അലി പറയില്ല, ഞാനിട്ട ബർമൂഡ എന്നുള്ളൊരു സംഭവമാണ് ഇതിലും വരുന്നത്. അത് മേക്കേഴ്സിൻ്റെ ഒരു പ്രശ്നമാണ്. ഈ വിഷ്വലായിട്ട് അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് മേക്കേഴ്സിൻ്റെ പ്രശ്നമാണ്. അവർക്ക് അതിനുള്ള നോളജ് ഉണ്ടാവണം. ഇപ്പം ക്യൂറായിട്ടുള്ള ഒരു മേക്കറാണ്, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഋതുപർണഘോഷാണ് ഒരു ക്യൂർ ഫിലിം എടുക്കുന്നതെങ്കിൽ അതിൻ്റെ മെത്തേഡും അതിൻ്റെ ഒരു സ്ക്രിപ്റ്റും അതിൻ്റെ ഒരു വിഷ്വലും വേറെ ആയിരിക്കും. ഇപ്പം ഇന്ത്യയിൽ ഗേ സംവിധായകനായിട്ടുള്ള ഓണിയറിൻ്റെ മൂവിയിൽ അഭിനയിച്ചു ഞാൻ. പിൻകോൺ എന്നാണ് സിനിമ പേര്. ഞാൻ അഭിനയിച്ച ബോളിവുഡ് മൂവിയാണ്. അപ്പോൾ ഓണിയർ വലിയൊരു സംവിധായകനാണ്. ഓണിയർ എടുക്കുന്ന സിനിമ എന്ന് പറയുന്നത് അയാളൊരു ഗേ ആയതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സിനിമകൾക്ക് ഒരു പ്രൊഫഷണലിസം ഉണ്ട്. അത് കാണുമ്പോൾ കമ്മ്യൂണിറ്റിക്ക് അത് ഫീൽ ചെയ്യും. കഴിഞ്ഞ പ്രൈഡിൽ ആ സിനിമ പ്രദർശിപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് പരസ്യമായാലും
സിനിമയായാലും നാടകമായാലും ഒക്കെ. അതിൽ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇപ്പം ഞാൻ മനസ്സിലാക്കുന്ന മുതലാളിത്തം ഒരിക്കലും ഞങ്ങളെ രക്ഷിക്കാൻ പോകുന്നില്ല. മുതലാളിത്തോ ഹിന്ദുത്വം ഒന്നും ഒരിക്കലും ക്യൂർ മനുഷ്യരെ രക്ഷിക്കാൻ പോകുന്നില്ല. കാരണം ഇവർ ഒരേ സമയം ഇപ്പോൾ ഭീമയുടെ പരസ്യം വന്നു. ഭീമയുടെ പരസ്യത്തിൽ ആണായ പെണ്ണായ പൊന്നു വേണമെന്നുള്ളതിന് മാറിയിട്ട് ട്രാൻസ് ആയാലും പൊന്നു വേണം എന്നുള്ളൊരു സമവാക്യമാണ് അവരുണ്ടാക്കുന്നത്. ഈ വലിയ വലിയ കുത്തക കമ്പനികളൊക്കെ നമ്മളെ ഈ ടോക്കൺ പോലെ വെച്ചിട്ട് പരസ്യം എടുക്കും. ഇതിൻ്റെ പാരലായിട്ട് ഇവരെന്താ ചെയ്യുന്നത്, ഇവിടുത്തെ ഹിന്ദുത്വ ഭരണകൂടത്തിന് കൃത്യമായിട്ട് ഫണ്ടിങ് കൊടുക്കും. യൂറോപ്പിലാണെങ്കിൽ അവിടുത്തെ റൈറ്റ് വിങ് ആയിട്ടുള്ള ക്രിസ്ത്യൻ കൺസർവേറ്റീവ് ആയിട്ടുള്ള ഭരണകൂടത്തിന് ഫണ്ടിങ് കൊടുക്കും. അവരെന്ത് ചെയ്യുന്നു, നമ്മളെ ജീവിക്കാൻ അനുവദിക്കാത്ത നിയമനിർമ്മാണങ്ങൾ നടത്തുന്നു. അപ്പോൾ ഇത് നിഷ്കളങ്കല്ല. അപ്പോൾ ഒരിക്കലും മുതലാളിത്തവും ഹിന്ദുത്വം ഒന്നും ഞങ്ങളെ രക്ഷിക്കാൻ പോകുന്നെന്ന് വ്യക്തിപരമായി ഞാൻ കരുതുന്നില്ല. ഇതിലൊരു കാര്യം കൂടിയും പറയാം. ഭീമാൻ്റെ ഓണറായിട്ടുള്ള വ്യക്തിക്ക് ഒരു സെക്കൻഡ് വൈഫ് ഉണ്ട്. അത് കൃത്യമായിട്ട് എല്ലാവർക്കും അറിയത്തില്ല. പക്ഷേ അവർ നമുക്ക് സപ്പോർട്ട് ചെയ്തത് ആ സെക്കൻഡ് വൈഫ് വഴിയാണ്. നമുക്കൊരു 3 lakhs rupees നമുക്ക് സംഘടനയ്ക്ക് തന്നു. അത് അവർ പൊതുവേദിയിലല്ല തന്നത്, നമുക്ക് സിമ്പിളായിട്ട് അവർ തന്നു. കാരണം അവർ പരസ്യം എടുത്ത സമയത്താണ് ആ പണം നമുക്ക് തന്നത്. നമ്മൾ വാങ്ങി, നമ്മൾ ഫണ്ട് കിട്ടിയാൽ നമ്മൾ വാങ്ങും, ഉപയോഗിക്കും, നോ പ്രോബ്ലം. ഇൻ്റർസെക്സ് ആയിട്ടുള്ളൊരു കുട്ടിയെ പറ്റി ഒരു ആഡ് വന്നിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. നോർത്ത് ഇന്ത്യയിലൊരു ബ്ലഡ് ലാബിൻ്റെ പരസ്യമാണത്. ലാബ് പട്ടിയല്ല, ലബോറട്ടറിയുടെ ഒരു പരസ്യമാണ്. അതിൽ ഹിജ്റ കമ്മ്യൂണിറ്റിക്ക് കിട്ടുന്ന ഒരു ഇൻ്റർസെക്സ് കുട്ടിയുടെ ഒരു പരസ്യമാണ്. അത് എത്രമാത്രം ആളുകൾ കണ്ടു എന്നറിയില്ല. പക്ഷെ ചോദിച്ച ചോദ്യത്തിന് ഞാൻ പറയുന്നത്, ദീപശംഭ മഹാശര്യം എനിക്കും ഉണ്ടാക്കണം പണം, അത് തന്നെയാണ്. കാരണം ഇതിപ്പോൾ അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അവിടെ ഒരു ദൃശ്യത ഒരുക്കുന്നുണ്ട്. പിന്നെ മുതലാളിമാരെ പറ്റി നമ്മൾ പണ്ടേ പാടിയിട്ടുണ്ട്. പൊന്നാര മുതലാളി, കണ്ണായ മുതലാളി, നമ്മൾ പാടിയിട്ടുണ്ട് ഈ ക്യാപിറ്റലിസത്തെ പറ്റി. അപ്പോൾ എന്ത് വന്നാലും അതിലൊരു നല്ലതും ചീത്തയും ഉണ്ടാകും തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കാലത്ത് ഈ ദൃശ്യത വരുന്നത് ഏറെ ശ്ലാഘനീയമായിട്ടും കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഒത്തിരി കമൻസ് ഇപ്പോൾ യുവതലമുറയിൽ ഇടുന്നവരുണ്ട്. അപ്പം പലരും നമ്മളോട് ചോദിക്കും, നിങ്ങൾക്ക് ഈ കമൻസ് കണ്ടിട്ട് എന്താവുന്നു, ട്രിഗർ ആവുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പലരും. ഞാൻ അതൊരു പൊതുവേദി ആയതുകൊണ്ട് പറയണം. ഒന്ന്, ഈ ശരീരം ഇങ്ങനെ ആവാനായിട്ട് സ്വന്തം മാതാപിതാക്കളോട് പൊരുതിയിട്ടാണ് നമ്മൾ ജീവിച്ച് വന്നിട്ടുള്ളത്. സ്വന്തമായിട്ട് പേരിടുന്നു, സ്വന്തമായിട്ട് സർജറിക്ക് പോകുന്നു, സ്വന്തമായിട്ട് ഈ നാട്ടുകാരുടെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്നു, കവിത എഴുതുന്നു, സിനിമ ചെയ്യുന്നു, സിനിമയിൽ അഭിനയിക്കുന്നു, നാടകം ചെയ്യുന്നു, പുസ്തകങ്ങൾ എഴുതുന്നു, രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നു, സംസാരിക്കുന്നു. അത്രയും ധൈര്യമുള്ള മനുഷ്യരോടാണ് നിങ്ങൾ ചെറിയൊരു കമൻ്റ് ഇട്ടിട്ട് നീ ആണുവെണ്ണല്ലേ, നീ 9 ചോദിച്ചിട്ട് ഭയപ്പെടുത്തുന്നത്. അപ്പോൾ അത് ഒന്ന് അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയൊന്നും ഭയപ്പെടുന്ന ആളുകളല്ല. ഞങ്ങൾ കണ്ടത്ര ചോരയോ രക്തമോ നിങ്ങൾ കണ്ടിട്ടില്ല. മാംസയുദ്ധങ്ങളിൽ മുറിയാതെ, രക്തം ചിന്താതെ, മലയേറാതെ, ഊഴ്ന്നിറങ്ങാതെ, കിതച്ചു തളരാതെ, ഒരു കമ്പളത്തിലൊതുങ്ങാതെ പ്രണയം പൂക്കുമത്രേ. ചിലർ പുഴയെ പ്രണയിക്കുന്നു, കളിയോടമിറക്കാതെ കരയിലിരുന്ന് നിർവൃതി തേടുന്നു, ലോകം അവരെ പഴിക്കുന്നു. ഇത് ഈ ഇടയ്ക്ക് ഒരു 5 വർഷം മുമ്പ് ആത്മവരനെ തേടുന്നു എന്നും പറഞ്ഞ് മാതൃഭൂമിയിൽ ഒരു ആഡ് വന്നിരുന്നു. അസെക്ഷലായ മനുഷ്യരുടെ ദാമ്പത്യത്തെ പറ്റിയിട്ടാണ് ഈ ഒരു കവിത. താങ്ക് യു. ഒരുപാട് സ്നേഹം. പ്രകൃതി, സഞ്ജന, വിജയരാജ മല്ലിക, ശീതൽ ശ്യാം.